ഹലോ, ഞാൻ ജസ്റ്റ് നേരത്തെ ഒന്ന് വന്നെന്ന് മാത്രമേ ഉള്ളൂ. കേരള നഴ്സസ് UK ഈ പ്ലാറ്റ്ഫോമിൽ ഇപ്പം ലൈവ് തുടങ്ങുന്നത് 8 o'clock ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇഫ് എവറിത്തിങ് ഈസ് ഓക്കെ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി മാത്രം വന്നു എന്നതേ ഉള്ളൂ. ആരെങ്കിലും വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ക്യാമറ ക്ലിയർ അല്ല, അല്ലെങ്കിൽ വ്യൂവിങ്ങിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പറയണേ. I think Jessie Joseph is watching. Jessie, thank you so much for coming on live. Thank you. Okay. 7 ആളുകൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. സോ ഞാനൊരു 3 more minutes കൂടെ വെയിറ്റ് ചെയ്യാം. Thank you so much for joining. Hi Jessie. Sudha Wilson, hi. എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ക്ലാരിറ്റി ഇല്ലാതുണ്ടോ, സൗണ്ടിന് പ്രശ്നമുണ്ടോ എന്നൊന്ന് പറയണേ. ബിക്കോസ് ഞാൻ അങ്ങനെ ലൈവിൽ അധികം വരാത്ത വ്യക്തിയാണ്. ഓക്കെ, താങ്ക് യു. വൺ ഓഫ് ദ വണ്ടർഫുൾ പ്ലാറ്റ്ഫോം എന്ന് തന്നെ വേണം പറയാൻ. കാരണം എത്രമാത്രം അനുഭവ സമ്പത്തും അതുപോലെ തന്നെ പല മേഖലകളിലും വർക്ക് ചെയ്യുന്നവരാണ് നമ്മുടെ കൂടെ, നമ്മുടെ കൊളീഗ്സ് എന്ന് അറിയുന്നതിൽ വളരെ സന്തോഷം. I might say this is one of the best group. നമുക്ക് അക്കാഡമിക്കലി ആണെങ്കിലും പ്രൊഫഷണൽ വൈസ് ആണെങ്കിലും നമ്മുടെ കരിയർ പ്രോഗ്രസ് ചെയ്യാൻ പറ്റിയൊരു ഗ്രൂപ്പാണ്. സോ ബീങ് എ പാർട്ട് ഓഫ് ഇറ്റ് ഇറ്റ്സെൽഫ്, ഞാൻ പണ്ട് നേരത്തെ ലൈവ് ചെയ്തപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ബീങ് എ പാർട്ട് ഓഫ് ദിസ് ഗ്രൂപ്പ് ഇറ്റ്സെൽഫ് ഈസ് എ പ്രിവിലേജ്. അതുകൊണ്ട് നിങ്ങളുടെയൊക്കെ കൂട്ടത്തിൽ ഒരാളായിട്ട് നിങ്ങളുടെ മുന്നിൽ എത്താൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. Siji, hi, all good. Thank you so much for letting me know that. And Sudha Wilson, everything is okay, thank you. Tom is saying everything is okay. Alice Vergis, everything is okay, thank you, perfect. Okay, Aji, hello, thank you so much. Appo I think I will start because നിങ്ങൾക്കും നാളെ ജോലിയുള്ളവരുണ്ട്, നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് വന്നവരുണ്ട്. പിന്നെ ഞങ്ങളൊന്നും കൂടുതൽ ബോറടിപ്പിക്കുന്നില്ല. ഓക്കെ, സോ ജോബിയോ, ഞാൻ കഴിഞ്ഞ വർഷം ഒരു ലൈവ് ചെയ്തിരുന്നു. മൈ ടോപ്പിക് വാസ് ഓഡിറ്റ്സ് ആൻഡ് പ്രോജക്ട്സ്. കുറച്ചെങ്കിലും പേർക്ക് അതുകൊണ്ട് സഹായമായി എന്ന്, അല്ലെങ്കിൽ അവർക്കത് ബെനിഫിഷ്യൽ ആയിരുന്നു എന്ന് അറിയാൻ സാധിച്ചു ഫ്രം യുവർ ഫീഡ്ബാക്സ്. അതിന് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ പ്രാവശ്യം ഒരു ടോപ്പിക്കിനെ പറ്റി ആലോചിച്ചപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന മേഖല തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. സോ ഐ വിൽ ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്. മൈ നെയിം ഇസ് സീമ സൈമൺ. I work as an advanced clinical practitioner in care of elderly and frailty service within accidents and emergency. അതൊരു ഇൻറീച്ച് സർവീസാണ്. കൂടുതലും എൻ്റെ സമയം ഞാൻ സ്പെൻഡ് ചെയ്യുന്നത് കെയർ ഓഫ് എൽഡർലി അക്യൂട്ട് മെഡിസിൻ വാർഡ്സിലാണ്. അതുപോലെ തന്നെ ക്ലിനിക്കൽ എക്സാമിനേഷൻ മോഡ്യൂൾ ഫോർ ട്രെയിനി അഡ്വാൻസ് ക്ലിനിക്കൽ പ്രാക്ടീഷണേഴ്സിന് അസോസിയേറ്റ് ലെക്ചറായിട്ട് മാഞ്ചസ്റ്റർ മെട്രോപൊളിറ്റൻ യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് എൻ്റെ ജോലിയുടെ മേഖലകൾ. ഈ നമ്മുടെ ഗ്രൂപ്പിൽ കുറച്ച് പേരെയൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. മറ്റുള്ളവരെ പരിചയപ്പെടാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. അപ്പോൾ ഇന്നത്തെ എൻ്റെ ടോപ്പിക്ക് മെയിൻലി അറൗണ്ട് പ്രോഗ്രഷൻ, അതായത് നമ്മുടെ കരിയർ പ്രോഗ്രഷൻ ഇൻ ജെറിയാട്രിക് മെഡിസിൻ അല്ലെങ്കിൽ ജെറിയാട്രിക് നഴ്സിംഗ്, ഓൾസോ ഇൻ ഫ്രെയിൽറ്റി സർവീസ്. അതാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇതൊരു സ്പെഷ്യാലിറ്റി ആയതുകൊണ്ടും ഒരു പക്ഷേ എല്ലാവർക്കും, എല്ലാ സ്പെഷ്യാലിറ്റിയിലുള്ളവർക്കും പ്രയോജനപ്പെടുമോ എന്നെനിക്കറിയില്ല. എങ്കിൽ പോലും ഒരുപാട് പേര് വിളിക്കുന്നത് കൊണ്ടും ഇൻ്റർവ്യൂവിൻ്റെ ഭാഗമായിട്ടും അതുപോലെ തന്നെ അക്കാഡമിക് കോഴ്സുകളുടെയൊക്കെ ഭാഗമായിട്ട് ഒരുപാട് പേര് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഐ തോട്ട് ഓഫ് ടേക്കിംഗ് ദിസ് ടോപ്പിക് മെയിൻലി അറൗണ്ട് ജെറിയാട്രിക് നഴ്സിംഗ് വെയർ ഐ വർക്ക്. നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് ഈ കമൻറ്റ് ബോക്സിൽ ഇടണം. എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ ആൻസർ ചെയ്യാൻ ശ്രമിക്കാം. ഇല്ലെങ്കിൽ ഐ വിൽ ഡെഫിനറ്റ്ലി സൈൻ പോസ്റ്റ് യു ലേറ്റർ. പിന്നെ ഇൻ്റർവ്യൂവിനെ പറ്റിയൊക്കെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് മിനിജ, അതുപോലെ തന്നെ അക്കാഡമിക് കോഴ്സുകളെ പറ്റി നമ്മുടെ റീജ, ലീമ, ദില ഇവരൊക്കെ സംസാരിച്ചിട്ടുണ്ട്. പിന്നെ ഡെഫിനറ്റ്ലി ലോഡ് ഓഫ് സ്പെഷ്യാലിറ്റീസിലുള്ളവർ നമ്മുടെ ലൈവിൽ വന്നു പോയി. സോ ജോബിക്കും ഇതിൻ്റെ അഡ്മിൻസിനും താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. ലൈക്ക് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം പ്രിപ്പയർ ചെയ്ത് തന്നതിന് വളരെ നന്ദി. സോ
കമ്മിങ് ബാക്ക് ടു ദ ടോപ്പിക് അക്കഡമിക് കരിയർ അല്ലെങ്കിൽ കരിയർ പ്രോഗ്രഷൻ ഇൻ ജെറിയാട്രിക് നഴ്സിംഗ്. ജെറിയാട്രിക് നഴ്സിംഗ് എന്ന് പറയുമ്പം ഡെഫിനറ്റ്ലി ദാറ്റ് ഈസ് അറൗണ്ട് നമ്മുടെ പ്രായമായവരുടെ അല്ലെങ്കിൽ അവരെ ചികിത്സിക്കുന്ന മേഖലയിൽ ഉള്ള അതിൻ്റെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള നഴ്സിംഗ് ആയിരിക്കും. അപ്പോൾ ഈ ജെറിയാട്രിക് അല്ലെങ്കിൽ ഓൾഡർ കെയർ നഴ്സിംഗിൽ സാധ്യതകൾ എന്തൊക്കെയാണ്, ഏതൊക്കെ സ്ഥലങ്ങളിലാണ് നമുക്ക് വർക്ക് ചെയ്യാൻ കഴിയുന്നത് എന്നത് ഞാൻ തുടങ്ങാം ആദ്യം. സോ ബേസിക്കലി പ്രൈമറി ആൻഡ് സെക്കൻഡറി കെയർ സെറ്റിങ്ങിൽ ഡെഫിനറ്റ്ലി നമ്മുടെ ആവശ്യമുണ്ട്. യു കെയിലെ നല്ല ഗ്ലോബലി ഒരു ഹയർ പോപ്പുലേഷൻ എന്ന് പറയുന്നത് തന്നെ എൽഡർലി കെയർ ആണ്. കാരണം നമുക്കറിയാം, ഈ കഴിഞ്ഞ ഒരു കോവിഡ് ക്രൈസിസ് അല്ലെങ്കിൽ പാൻഡമിക് സിറ്റുവേഷൻ കഴിഞ്ഞതോടുകൂടി തന്നെ നമുക്കറിയാം എന്തുമാത്രം നമ്മുടെ ഓൾഡർ പീപ്പിൾ അല്ലെങ്കിൽ ഓൾഡർ ജനറേഷനാണ് ദേ വർ റിയലി സഫറിങ്. അപ്പം നമ്മുടെ ഇൻപുട്ട് വാസ് ക്വൈറ്റ് ക്രിട്ടിക്കൽ, അല്ലെങ്കിൽ അതൊരു ഇൻറ്റഗ്രൽ റോളായിരുന്നു എന്ന് തന്നെ വേണം പറയാൻ. ബീങ് ഇൻ എ ജെറിയാട്രിക് നഴ്സിംഗ് ഫോർ ലാസ്റ്റ് 20 years ഐ വാസ് വെരി പ്രൗഡ് ടു വർക്ക് വിതിൻ NHS. കാരണം നമ്മുടെ പോപ്പുലേഷനിൽ നല്ലൊരു ശതമാനം പേരും എൽഡർലി കെയറിലുള്ളവരാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജോലി സാധ്യതകൾ ഏറെയാണ്, അല്ലെങ്കിൽ നമ്മുടെ കരിയർ പ്രോഗ്രഷനുള്ള സാധ്യതകളും ഏറെയാണ്. നഴ്സിംഗ് ഹോം സെക്ടറിലും റെസിഡൻഷ്യൽ ഹോം സെക്ടറിലും അതുപോലെ കമ്മ്യൂണിറ്റി ഹെൽത്തിലും വർക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ഹോസ്പിറ്റൽസിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു മേഖലയാണ് അല്ലെങ്കിൽ ഒരു സെക്ഷനാണ് ജെറിയാട്രിക് നഴ്സിംഗ് എന്ന് പറയുന്നത്. കാരണം എല്ലാ ഹോസ്പിറ്റലുകളിലും ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു സർവീസ് ഉണ്ടായിരിക്കും. കാരണം നമ്മുടെ എൽഡർലി പോപ്പുലേഷന് വേണ്ടിയിട്ടുള്ള കെയർ ഇറ്റ് ഈസ് ക്വൈറ്റ് ഇമ്പോർട്ടൻറ്റ്, സ്പെഷ്യലി ഇൻ UK. ഇനി അത് സംസാരിക്കുമ്പോൾ എന്താണ് അഡ്വാൻറ്റേജസ് ബീയിങ് അല്ലെങ്കിൽ ബിക്കമിങ് എ ജെറിയാട്രിക് നഴ്സ്? ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് ലൈക്ക് എനി അതർ സ്പെഷ്യാലിറ്റി, ഇറ്റ്സ് ക്വൈറ്റ് റിവാർഡിങ്. നമുക്ക് ഏറ്റവും സന്തോഷം തരുന്ന കാര്യങ്ങളാണ്. കാരണം നമ്മുടെ പ്രായമായിട്ടുള്ള പേഷ്യൻസ് നമ്മുടെ കെയറിലേക്ക് വരുന്നതും അവർ ബെറ്റർ ആകുന്നതും തിരിച്ചു പോകുന്നതും മറ്റേത് സ്പെഷ്യാലിറ്റി പോലെ തന്നെ നമുക്ക് സന്തോഷകരമായ കാര്യമാണ് ആസ് എ നഴ്സ്. അതുപോലെ തന്നെ ഡെഫിനറ്റ്ലി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പോപ്പുലേഷൻ അധികമുള്ളത് കൊണ്ട് എവിടെ പോയാലും നമുക്ക് ഏത് ഹോസ്പിറ്റൽ സെറ്റിങ്ങിലാണെങ്കിലും ഏത് കമ്മ്യൂണിറ്റി സെറ്റിങ്ങിലാണെങ്കിലും നമുക്ക് ജോലി സാധ്യത ഉള്ള ഒരു മേഖലയാണ്. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യാലിറ്റി അല്ല നമ്മൾ ജെറിയാട്രിക് അല്ലെങ്കിൽ ഓൾഡർ കെയറിലുള്ള നഴ്സ് മാനേജ് ചെയ്യുന്നത്. ബിക്കോസ് ഇവർ ദേ ആർ കമ്മിങ് വിത്ത് ലോഡ് ഓഫ് കോമോബിഡിറ്റീസ്. കാരണം പല 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 അസുഖങ്ങളായിട്ടാണ് ഇവർ വരുന്നത്. അതുകൊണ്ട് തന്നെ യു ബിക്കം മാസ്റ്റർ ഓഫ് എവറിത്തിങ്. നമുക്കൊരു സേയിങ് ഉണ്ട്, ജാക്ക് ഓഫ് ഓൾ ആൻഡ് മാസ്റ്റർ ഓഫ് നൺ. പക്ഷെ നമ്മൾ മാസ്റ്റർ ഓഫ് എവറിത്തിങ് ആകും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ഒരു കണ്ടീഷൻ, ഒരു ക്ലിനിക്കൽ കണ്ടീഷൻ അല്ല നമ്മുടെ കെയർ ഓഫ് ദി എൽഡർലി അല്ലെങ്കിൽ ഓൾഡർ പീപ്പിളിൻ്റെ നഴ്സിംഗിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത്. ദർ ആർ ലോഡ് ഓഫ് ഡിഫറെൻറ്റ് കണ്ടീഷൻസ് ആൻഡ് യു ബിക്കം എക്സ്പേർട്ട് ഓൺ ദാറ്റ്. അത് തന്നെ ഒരു ബെനിഫിറ്റാണ്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇൻക്രീസിങ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് സാലറി. ഇനിയും ഇതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ ഞാൻ നമ്മുടെ കരിയർ പ്രോഗ്രഷനെ 4 സെക്ഷനിൽ തിരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഞാനൊരു അഡ്വാൻസ് ക്ലിനിക്കൽ പ്രാക്ടീഷണർ ആയതുകൊണ്ട് തന്നെ എപ്പോഴും ഞാൻ നമ്മുടെ നഴ്സിങ്ങിനെ 4 pillars, അഡ്വാൻസ് ക്ലിനിക്കൽ പ്രാക്ടീസിൻ്റെ 4 pillars ആയിട്ട് തിരിക്കും. വിച്ച് ഇസ് ക്ലിനിക്കൽ, ലീഡർഷിപ്പ് ആൻഡ് മാനേജ്മെൻറ്റ്, അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. അപ്പം നമ്മുടെ കെയർ ഓഫ് ദ എൽഡർലിയിലുള്ള അല്ലെങ്കിൽ ജെറിയാട്രിക് മെഡിസിനിലുള്ള നമ്മുടെ പ്രോഗ്രഷനും ഈ 4 പില്ലറിൽ ഡെഫിനറ്റ്ലി നമുക്കുണ്ടാകും. ആദ്യത്തെ പില്ലറായ ക്ലിനിക്കൽ പ്രോഗ്രഷനെ പറ്റി പറയാം. ക്ലിനിക്കൽ പ്രോഗ്രഷനിൽ ഡെഫിനറ്റ്ലി നമ്മളൊരു ബാൻഡ് 5 സ്റ്റാഫ് നഴ്സായിട്ട് സ്റ്റാർട്ട് ചെയ്തുവെങ്കിൽ യു ക്യാൻ ഗോ അപ് ടു ബാൻഡ് 6 സിസ്റ്റർ അല്ലെങ്കിൽ വാർഡ് ഇൻചാർജ് പൊസിഷൻ, ബാൻഡ് 6 in care of the elderly അല്ലെങ്കിൽ geriatric medicine or in community nursing or in GP service, അതും അല്ലെങ്കിൽ the other private care setting. നമ്മുടെ NHSനെ ബേസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ബാൻഡ് 5, ബാൻഡ് 6 പ്രോഗ്രഷൻ, ബാൻഡ് 6 പ്രോഗ്രഷൻ കഴിഞ്ഞിട്ട് ക്ലിനിക്കൽ, ഞാൻ മാനേജ്മെൻറ്റ് ബാൻഡ് 7ലേക്കല്ല പോകുന്നത്, ക്ലിനിക്കൽ ആണെങ്കിൽ യു ക്യാൻ ഗോ ഡൗൺ ടു സ്പെഷ്യാലിറ്റി റൂട്ട്, ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റി റൂട്ട്. കെയർ ഓഫ് എൽഡർലിയിൽ അല്ലെങ്കിൽ ജെറിയാട്രിക് മെഡിസിനിൽ ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റീസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ സ്പെഷ്യലി അറൗണ്ട് ഫ്രെയിൽറ്റി. അപ്പോൾ ഇപ്പോൾ ലോട്ട്സ് ആൻഡ് ലോട്ട് ഓഫ് ജോബ് ഈ UK ഗവൺമെൻറ്റിൻ്റെ പ്രൈം ഫോക്കസാണ്
ഫ്രെയിൽറ്റി എന്ന് പറയുന്നത്. കാരണം നമുക്ക് ഒരുപാട് ഫണ്ടിങ് അനുവദിച്ച് തന്നിട്ടുള്ള ഒരു സെക്ടറാണ് ജെറിയാട്രിക് കെയർ. അതിനകത്ത് ഫ്രെയിൽറ്റി സർവീസ് എന്ന് പറയുന്നത് ഇപ്പോൾ പ്രൈം ഫോക്കസ് നിൽക്കുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഏത് ഹോസ്പിറ്റൽ സെറ്റിങ്ങിൽ നോക്കിയാലും ഒരു ഫ്രെയിൽറ്റി സർവീസ് എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള എല്ലാം അവർ തുടങ്ങിയിട്ടുണ്ടാവും. ഈ ഫ്രെയിൽറ്റി സെക്ടറിൽ നമുക്ക് ക്ലിനിക്കലി പ്രോഗ്രസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ you can go down to the route of either a band 6 or band 7 frailty practitioner, frailty clinician or അല്ലെങ്കിൽ ഫ്രെയിൽറ്റി സ്പെഷ്യലിസ്റ്റ് നഴ്സ്. ഇങ്ങനെയാണ് ആ ജോബ് പോകുന്നത്. സിജി കൈൻഡ്ലി കറക്റ്റ് മീ, അല്ലെങ്കിൽ ആരെങ്കിലും ഈ സെക്ടറിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ബാൻഡ് 6 അല്ലെങ്കിൽ ബാൻഡ് 7 ജോബ് സ്പെഷ്യാലിറ്റിയിലോട്ട് പോകുമ്പോൾ ഫ്രെയിൽറ്റി ജോബ്സ്. ഇനി ഫ്രെയിൽറ്റി അല്ല, നമുക്ക് വർക്ക് ചെയ്യേണ്ടത് ഒരു സ്പെഷ്യാലിറ്റി തിരഞ്ഞെടുക്കണം എന്നുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് ഡയബറ്റീസ് സ്പെഷ്യലിസ്റ്റ് നഴ്സ്, അല്ലെങ്കിൽ ഹാർട്ട് ഫെയിലിയർ സ്പെഷ്യലിസ്റ്റ് നഴ്സ്, പാലിയേറ്റീവ് സ്പെഷ്യലിസ്റ്റ് നഴ്സ്, ഇവർക്കൊക്കെ ഒരു അക്യൂട്ട് മെഡിസിൻ കെയർ ഓഫ് എൽഡർലി ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ ഇറ്റ്സ് ക്വൈറ്റ് ഈസി. കാരണം നമ്മൾ ഇത്തരം പേഷ്യൻസിനെ നമ്മുടെ ക്ലിനിക്കൽ കെയറിൽ ഇഷ്ടം പോലെ മാനേജ് ചെയ്തിട്ടുണ്ടാകും. അപ്പം നമുക്ക് നല്ല ക്ലിനിക്കൽ എക്സ്പീരിയൻസ് കാണും. അപ്പം ഇത്തരം സ്പെഷ്യാലിറ്റി തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് ക്വൈറ്റ് ഗുഡ്. കാരണം അങ്ങനെയുള്ളവരാണ്, പ്രത്യേകിച്ചും ലോങ് ടേം കണ്ടീഷൻ സ്പെഷ്യാലിറ്റി വരുമ്പോൾ അവർ ഡെഫിനറ്റ്ലി നോക്കുന്നത് നമുക്ക് കെയർ ഓഫ് എൽഡർലി അല്ലെങ്കിൽ ജെറിയാട്രിക് കെയർ, അക്യൂട്ട് മെഡിസിൻ ഇതിൻ്റെയൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടോ എന്നാണ്. അതുപോലെ തന്നെ ഈ ക്ലിനിക്കൽ ജോബ് പ്രോഗ്രസ് ചെയ്യുമ്പോൾ അപ്പോൾ വിചാരിക്കും സർജിക്കൽ ഏരിയയിൽ നമുക്ക് എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന്. യെസ്, വി ഹാവ് ഓർത്തോ ജെറിയാട്രിക്സ്, ഓർത്തോപീഡിക് സ്പെഷ്യാലിറ്റിയാണ് നമുക്ക് എടുക്കാൻ ആഗ്രഹം എന്നുണ്ടെങ്കിൽ യു ഹാവ് ബാൻഡ് 6 ആൻഡ് ബാൻഡ് 7. മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഓർത്തോ ജെറിയാട്രിക്സിൽ തന്നെ നമുക്ക് എക്സൽ ചെയ്യാൻ പറ്റും. കാരണം ബാൻഡ് 8 വരെയുള്ള ജോബ്സ് എനിക്കറിയാം, അഡ്വാൻസ് ക്ലിനിക്കൽ പ്രാക്ടീഷണർ, പിന്നെ നഴ്സ് കൺസൾട്ടൻസ് ഇൻ ഓർത്തോ ജെറിയാട്രിക്സ്. അതുപോലെ തന്നെ സർജിക്കൽ ഏരിയയിലും വളരെ കുറച്ച് ജോബ് ഓപ്പർച്യൂണിറ്റീസ് മെഡിക്കലിനേക്കാളും കുറവാണെങ്കിലും സർജിക്കൽ ഏരിയാസിൽ നമുക്കറിയാം ഡെഫിനറ്റ്ലി ദർ ആർ സർജറീസ് ഹാപ്പനിങ് അറൗണ്ട് കെയർ ഓഫ് എൽഡർലി. അപ്പം ഡെഫിനറ്റ്ലി സർജിക്കൽ ഏരിയാസിലും സാധ്യതകളുണ്ട്. സ്പെഷ്യാലിറ്റി റൂട്ട് തിരഞ്ഞെടുക്കുമ്പോൾ, ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റി റൂട്ട് തിരഞ്ഞെടുക്കുമ്പോൾ അവിടെ ബാൻഡ് 6 ബാൻഡ് 7 സാധ്യതകളുണ്ട്. അതുപോലെ ഒരുപാട് ഹോസ്പിറ്റൽസിൽ ഇതിൻ്റെ ഭാഗമായിട്ട് പലരും നമ്മളിങ്ങനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വളരെ ക്ലിയർ ആയിട്ട് എനിക്കത് പറയാൻ പറ്റും. പിന്നെ നമ്മൾ കമ്മ്യൂണിറ്റി സെറ്റിങ്ങിലേക്ക് പോകുമ്പോൾ ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റി പ്രോഗ്രഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അറൗണ്ട് കമ്മ്യൂണിറ്റി നഴ്സിംഗ്. There could be district nurses, there could be GP service practice setting nurses, അതുപോലെ തന്നെ ആക്റ്റീവ് കേസ് മാനേജേഴ്സ്, സോഷ്യൽ സർവീസ് സെക്ടേഴ്സിൻ്റെ ലീഡേഴ്സ് ഇപ്പം നഴ്സസായിട്ട് വരുന്നുണ്ട്. ക്രൈസിസ് റെസ്പോൺസ്, റാപ്പിഡ് റെസ്പോൺസ്, അർജൻറ്റ് കെയർ ഇൻ GP സർവീസ്, ഇതെല്ലാം കമ്മ്യൂണിറ്റി സെറ്റിങ്ങിലുള്ള ക്ലിനിക്കൽ നഴ്സിംഗ് പ്രോഗ്രഷന് നിങ്ങൾക്ക് ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് നല്ല സാധ്യതയുള്ള ഏരിയ ആണ്. അപ്പം കമ്മ്യൂണിറ്റി ഉള്ളവരും അതുകൊണ്ട് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. അപ്പം ഞങ്ങൾ ഈ ഒരു മേഖലയിൽ പോയാൽ നമുക്ക് എന്തെങ്കിലും പ്രോഗ്രഷൻ ഉണ്ടോ, കമ്മ്യൂണിറ്റിയിലോട്ട് ഞങ്ങൾക്കൊന്ന് റീസെറ്റിൽ ചെയ്യണമെന്ന് തോന്നിയാൽ എന്താണ് ഓപ്പർച്യൂണിറ്റീസ്? ഓഫ് കോഴ്സ് പീപ്പിൾ ആർ വെയിറ്റിംഗ് ഫോർ യു. സ്പെസിഫിക്കലി GP സെക്ടർ ഈസ് വെയിറ്റിംഗ് ഫോർ എ പേഴ്സൺ ഹു ഹാസ് ഗോട്ട് അക്യൂട്ട് മെഡിസിൻ ആൻഡ് ഓൾഡർ കെയർ എക്സ്പീരിയൻസ്. പിന്നെ നഴ്സിംഗ് ഹോം ആൻഡ് റെസിഡൻഷ്യൽ ഹോം സെറ്റിങ്ങിൽ ഡെഫിനറ്റ്ലി നമുക്ക് പ്രോഗ്രസ് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് സീനിയർ നഴ്സിംഗ് ജോബ്സ് അവിടെ ധാരാളം അവൈലബിൾ ആണ്. ഐ എം ഷുവർ ഐസക്കോ അല്ലെങ്കിൽ സിന്ധു ഒക്കെ നമ്മളെ അതിന് അപ്ഡേറ്റ് ചെയ്യാൻ ഈ ഗ്രൂപ്പിലുണ്ട്. പക്ഷേ എൻ്റെ ഒരു അറിവനുസരിച്ച് ആ സെക്ടറിലും ഉണ്ട്. ഇനിയും ഇതൊന്നുമല്ല, നിങ്ങൾക്ക് പ്രൈവറ്റ് സെറ്റിങ്ങിലേക്ക് മാറണം. കുറച്ചും കൂടെ മോണിറ്ററി ബെനിഫിറ്റ്സ് ലഭിക്കുന്നത് പ്രൈവറ്റ് സെറ്റിങ്ങിലാണ്. ഡെഫിനറ്റ്ലി നമുക്ക് മറ്റുള്ള ബെനിഫിറ്റ്സ് വേരിയബിൾ ആണെങ്കിൽ പോലും പ്രൈവറ്റ് സെക്ടറിൽ ജോലി ചെയ്യുന്നതിൻ്റെ ഒരുപാട് ഫ്രണ്ട്സിനെ എനിക്കറിയാം. ടീം ലീഡ്സ് ആയിട്ടും ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റി, ഞാൻ ഈ പറഞ്ഞ ഫ്രെയിൽറ്റി സെക്ടറിൽ വർക്ക് ചെയ്യുന്നവരും പാലിയേറ്റീവ് ലോങ് ടേം കണ്ടീഷൻ മാനേജ്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നവർ എനിക്ക് ഒരുപാട് പേരെ അറിയാം. സോ പ്രൈവറ്റ് സെക്ടറിൽ ഇപ്പോൾ ഇവിടെ തന്നെയാണെങ്കിൽ മാഞ്ചസ്റ്റർ നമുക്ക് അലക്സാണ്ട്ര ഹോസ്പിറ്റൽസ് ഉണ്ട്, നെഫീൽഡ് ഹോസ്പിറ്റൽസ് ഉണ്ട്. ഇങ്ങനെ പ്രൈവറ്റ് സെക്ടറിലേക്ക് നമുക്ക് മാറാം. കാരണം നമ്മുടെ ഈ എക്സ്പീരിയൻസ് ഇറ്റ് ഈസ് ക്വൈറ്റ് യൂസ്ഫുൾ ദെയർ. അപ്പം ഞാൻ എപ്പോഴും പറയും ജെറിയാട്രിക് കെയർ ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഏരിയ ടു വർക്ക് ആൻഡ് പ്രോഗ്രസ് യുവർ സെൽഫ് ക്ലിനിക്കലി. ഇനിയും ഇതുമല്ലെങ്കിൽ വേറൊരു ക്ലിനിക്കൽ പ്രോഗ്രഷൻ വിതിൻ ദിസ് സെറ്റിംഗ് ആണ് ഡിമെൻഷ്യ സ്പെഷ്യലിസ്റ്റ് നഴ്സ്. ഒരുപാട് ഫണ്ടിങ് കിട്ടുന്ന ഒരു മേഖലയാണ്. ഏജ് യുകെയുടെ ഭാഗമായിട്ടും അൽസൈമേഴ്സ് സൊസൈറ്റിയുടെ ഭാഗമായിട്ടും ഒക്കെ ഒരുപാട് ഫണ്ടിങ് കിട്ടുന്ന ജോബ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു സ്ഥലമാണ് ഡിമെൻഷ്യ സെക്ടർ ഇൻ
NHS. ഇപ്പോൾ തന്നെ നമുക്ക് ഒരു ഹോസ്പിറ്റലിൽ തന്നെ ഒരു 2-3 ഡിമെൻഷ്യ നഴ്സ് സ്പെഷ്യലിസ്റ്റ് കാണും, അവർക്കൊരു ലീഡ് കാണും. കാരണം അത് മാത്രം മാനേജ് ചെയ്യാനുള്ള ഒരു സെക്ടർ മിക്ക ബിഗ് ഹോസ്പിറ്റൽസും കാണും. ഇനി ചെറിയ ഹോസ്പിറ്റൽസ് ആണെങ്കിൽ ഒരു ഡിമെൻഷ്യ നഴ്സ് കാണുമെങ്കിൽ പോലും വളരെ സാധ്യതയുള്ള ഒരു ഏരിയ ആണ്. ഞാൻ പിന്നെ പറഞ്ഞതുപോലെ ഫോൾസ് സ്പെഷ്യലിസ്റ്റ് നഴ്സ്, ഇത് വേറൊരു ക്ലിനിക്കൽ ഫീൽഡാണ്. ടു പ്രോഗ്രസ് യുവർ സെൽഫ്, some hospitals it's a band 6, some hospitals it's a band 7 job. So you are just dealing with patients who is coming with faults. അതുപോലെ തന്നെ അവർക്കൊരു ഫോൾസ് ഇൻഡിപെൻഡൻറ്റ് ക്ലിനിക്സ് കാണും, അത് മാനേജ് ചെയ്യും. അങ്ങനെ എല്ലാ ഏരിയയും തരം തിരിച്ചു കഴിയുമ്പോൾ നമ്മുടെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ആകും. I hope that's യൂസ്ഫുൾ ഫോർ യു ഗൈസ്. അപ്പോൾ ഇത് ക്ലിനിക്കൽ ഏരിയ ആണ്. ഇനി ക്ലിനിക്കൽ ഏരിയയിൽ നമുക്ക് ഡെഫിനറ്റ്ലി വാർഡ് മാനേജർ സെറ്റിങ്ങിലോട്ട് പോകാം. പക്ഷേ ക്ലിനിക്കൽ ഏരിയയിൽ വൺ ഓഫ് ദ ബെസ്റ്റ് സ്പേസ് എന്ന് പറയുന്നത് എൻ്റെ ജോലിയാണ്, അഡ്വാൻസ് ക്ലിനിക്കൽ പ്രാക്ടീഷണർ. ഇഷ്ടം പോലെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇപ്പം നമുക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് സ്പെസിഫിക്കലി അമംഗ് കെയർ ഓഫ് എൽഡർലി അഡ്വാൻസ് ക്ലിനിക്കൽ പ്രാക്ടീസ് ലെഡ് സർവീസസ് ആണ് ഇപ്പം മോസ്റ്റ് ഓഫ് ദ ഹോസ്പിറ്റൽസ് വിൽ ഹാവ്. ഇപ്പം എൻ്റെ ഫ്രെയിൽറ്റി സർവീസ് ഇറ്റ് സെൽഫ് ഈസ് വി ലീഡ് ഓൺ ഇറ്റ്. നേഴ്സ് കൺസൾട്ടൻറ്റ്, ഇപ്പം ഞാൻ അതിലേക്ക് വരികയാണ്. അഡ്വാൻസ് ക്ലിനിക്കൽ പ്രാക്ടീസ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എങ്ങോട്ട് പോകും? ക്ലിനിക്കലി ആണെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ബിക്കം എ band 8B നേഴ്സ് കൺസൾട്ടൻറ്റ്. നേഴ്സ് കൺസൾട്ടൻറ്റ് പോസ്റ്റ് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ഗോ അപ് ടു ദ മാനേജ്മെൻറ്റ് ലെവൽ. പക്ഷേ കറൻ്റ്ലി ദ ക്ലിനിക് പ്രോഗ്രഷൻ ഈസ് അപ് ടു നേഴ്സ് കൺസൾട്ടൻറ്റ് ഇൻ ആർ NHS സെറ്റിംഗ്. അപ്പം നേഴ്സ് കൺസൾട്ടൻസിൻ്റെ ജോബ് ഇപ്പോൾ ഒരുപാട് ഓപ്പൺ അപ്പായി വരുന്നുണ്ട്. ഇപ്പം സിജിക്കൊക്കെ അറിയാം. അത് മെയിൻ ജോബ്സ് ആർ കമ്മിങ് അപ്പ് ഇൻ കെയർ ഓഫ് എൽഡർലി. ബിക്കോസ് നമുക്ക് ഒരുപാട് നേഴ്സ് കൺസൾട്ടൻറ്റ് അല്ലെങ്കിൽ ACP ലെഡ് പോസ്റ്റുകൾ വരുന്നുണ്ട്. അതുകൊണ്ട് അതൊരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ് ടു പ്രോഗ്രസ് യുവർ സെൽഫ്. ഇനിയും അതിനുശേഷം നമുക്ക് മാനേജ്മെൻറ്റ് സൈഡിലോട്ട് നമുക്ക് എങ്ങനെ പ്രോഗ്രസ് ചെയ്യാം? ബീയിങ് geriatric setting, definitely ward manager, band 6 job. അത് കഴിഞ്ഞിട്ട് വാർഡ് മാനേജർ കഴിഞ്ഞിട്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ സർവീസ് ഇംപ്രൂവ്മെൻറ്റ് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ ക്രൈറ്റീരിയ ലെഡ് സർവീസസ് ഉണ്ട്. അതിന് സാധാരണ അഡ്വാൻസ് ക്ലിനിക്കൽ പ്രാക്ടീഷണേഴ്സ്, കൺസൾട്ടൻസ് will take up the job, but there are people who is service managers who has got a lot of skills around management. They do take the post as a service leads. അത് band 7 അല്ലെങ്കിൽ band 8 ജോബ് വരെയൊക്കെ വരാറുണ്ട്. ഞാൻ ഈയിടയിൽ ഒരു സ്മിതയോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് അവർക്ക് GP സെറ്റിംഗ് ഇറ്റ് സെൽഫ് they have got സർവീസ് മാനേജേഴ്സ്. അപ്പം ആ ഒരു രീതിയിൽ നമുക്ക് പ്രോഗ്രസ് ചെയ്യാം. ഡിമെൻഷ്യ കെയർ യൂണിറ്റിന് നമുക്ക് ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റി ഒന്നവിടെ ഉണ്ട്, band 6 and band 7 ജോബ്സ്. ഇനിയും അതല്ലാതെ ഹോസ്പിറ്റൽ പ്രൈമറി ആൻഡ് സെക്കൻഡറി സെറ്റിങ്ങിനെ ജോയിൻ ചെയ്യുന്ന ഡിമെൻഷ്യ കെയർ സെറ്റിംഗ്സ് ഉണ്ട്. അതിൻ്റെ ലീഡായിട്ട് നമുക്ക് ജോലി ചെയ്യാം. അത് band 7 ജോബ്സ് ആണ്. band 8 ജോബ്സ് ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനിയും റാപ്പിഡ് റെസ്പോൺസ് ആൻഡ് ക്രൈസിസ് ടീംസിൻ്റെ ലീഡ്സ് ഇവിടെ പറയും MLCO, മാഞ്ചസ്റ്റർ ലീഗൽ കോർപ്പറേഷണൽ അസോസിയേറ്റിൻ്റെ ലീഡായിട്ട് ജോലി ചെയ്യുന്നവരുണ്ട്. അപ്പം ഈ സാധ്യതകളെല്ലാം ഇനി നഴ്സിംഗ് ഹോം ആണെങ്കിൽ നഴ്സിംഗ് ഹോം അല്ലെങ്കിൽ റെസിഡൻഷ്യൽ ഹോം അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സെറ്റിങ്ങിലും ഇതുപോലെ മാനേജ്മെൻറ്റ് ജോബ്സ് ഒരുപാട് അവൈലബിൾ ആണ്. ആക്റ്റീവ് കേസ് മാനേജേഴ്സ് ആർ band 7 and band 8 is according to my understanding. അപ്പം മാനേജ്മെൻറ്റിൽ നമുക്ക് മാനേജ്മെൻറ്റ് ഇഷ്ടമുള്ളവർക്ക് കെയർ ഓഫ് എൽഡർലി തിരഞ്ഞെടുക്കാവുന്നതാണ്. കാരണം അവർക്ക് ഇഷ്ടം പോലെ ഇത്തരം ജോലി സാധ്യതകൾ ഉണ്ട്. ഇനിയും ഇപ്പം നമ്മൾ വിചാരിക്കും ഇപ്പം മാനേജ്മെൻറ്റും ക്ലിനിക്കലും നമുക്ക് ഇത്രമാത്രം ജോലി സാധ്യതകളുണ്ട്. പക്ഷേ ഞാൻ ഇതിലൊന്നും ഇൻട്രസ്റ്റഡ് അല്ല. എനിക്കിഷ്ടം റിസർച്ചാണ്. ഒരുപാട് പേര് പറയും എനിക്ക് റിസർച്ച് നഴ്സിംഗ് ഇഷ്ടമാണ്. പക്ഷേ കെയർ ഓഫ് എൽഡർലിയിൽ അല്ലെങ്കിൽ ജെറിയാട്രിക് നഴ്സിംഗ് വന്ന സീമെ റിസർച്ചിന് വല്ല സാധ്യതകളുണ്ട്. റിസർച്ചിനേ സാധ്യതകളുള്ള അവിടെ നമുക്ക് നമ്മുടെ മഞ്ജുവിനോടൊക്കെ സംസാരിച്ചാൽ അറിയാം. ഒരുപാട് റിസർച്ച് പ്രോജക്ട്സ് നമ്മുടെ ഈ ഒരു സെക്ടറിൽ സംഭവിക്കുന്നുണ്ട്. ഒരുപാട് കമ്പനീസ് ഇപ്പോൾ NIHR ഇറ്റ്സെൽഫ്, NIHR ആയിക്കോട്ടെ, EGUK ആയിക്കോട്ടെ, ബ്രിട്ടീഷ് ജെറിയാട്രിക് സൊസൈറ്റി ആയിക്കോട്ടെ, ഇവരെല്ലാം ഇഷ്ടം പോലെ റിസർച്ച് ഓപ്പർച്യൂണിറ്റീസ്, റിസർച്ച് പ്രാക്ടീഷണേഴ്സ് ജോബ്സ് ഉണ്ട്, ഫെലോ റിസർച്ചേഴ്സ് ഉണ്ട്, ഫെലോഷിപ്പ് പ്രോഗ്രാംസ് ഉണ്ട്. അതുപോലെ തന്നെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ നമുക്ക് റിസർച്ച് ആയിട്ട് ഉള്ള
ടോപ്പിക്സ് എടുത്ത് നമുക്കത് റിസർച്ച് ചെയ്യാം. ഉദാഹരണത്തിന് ഡെലീരിയം റിസർച്ച്, ഡിമെൻഷ്യ റിസർച്ചസ്, നോൺ ഫാർമക്കോളജിക്കൽ ആൻഡ് ഫാർമക്കോളജിക്കൽ റിസർച്ച്, പെയിൻ മാനേജ്മെൻറ്റ്, അഡ്വാൻസ് കെയർ പ്ലാനിങ് റിസർച്ചസ്, സ്ക്രീനിങ് ടൂൾസ് ഇൻ കെയർ ഓഫ് എൽഡർലി. അങ്ങനെ ഏതൊരു ടോപ്പിക് എടുത്താലും നമുക്ക് റിസർച്ച് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി NIHR ആൻഡ് ബ്രിട്ടീഷ് ജെറിയാട്രിക് സൊസൈറ്റി, AGUK ഇവരൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. കാരണം അതിനൊരുപാട് ഫണ്ടിങ് പല സെക്ടറിൽ നിന്ന് നമുക്ക് അനുവദിച്ച് കിട്ടിയിട്ടുണ്ട്. പല ചാരിറ്റി ഫണ്ടുകളുണ്ട്. പല ഹോസ്പിറ്റലുകളിലും നിങ്ങൾ തിരക്കിയാൽ അറിയാം, നിങ്ങളുടെ മാനേജ്മെൻറ്റിൽ തിരക്കിയാൽ അറിയാം, അവർക്ക് റിസർച്ചിന് വേണ്ടിയിട്ട് ചാരിറ്റി ഫണ്ടുകൾ അവർ സെഗ്രിഗേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ ഫണ്ടുകൾ നമുക്ക് മേടിച്ചെടുത്തിട്ട് നമുക്ക് റിസർച്ച് പ്രോജക്റ്റ് റൺ ചെയ്യാൻ സാധിക്കും. കാരണം ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഐ എം ഡൂയിങ് പ്രീ ഡോക്ടറേറ്റ് ഫെലോഷിപ്പ്. അപ്പോൾ ഈ ഫെലോഷിപ്പ് എന്ന് പറയുന്നത് ഏർലി ഡിറ്റക്ഷൻ ഓഫ് ഡെലീരിയം ഇൻ ഓൾഡർ പീപ്പിൾ ആണ്. അപ്പം ഇതിൻ്റെ പൈസ എനിക്ക് തരുന്നത് മാഞ്ചസ്റ്റർ ഫൗണ്ടേഷൻ്റെ ചാരിറ്റി ഫണ്ടിൽ നിന്നാണ്, ഹെൽപ്ഡ് ബൈ NIHR. അപ്പം ഇതുപോലെ റിസർച്ച് എന്ന് പറയുമ്പോൾ ബേസിക് റിസർച്ച് ഏജിങ് വെൽ UK-യും ഞാൻ പറഞ്ഞ പോലെ AGUK ജെറിയാട്രിക് സൊസൈറ്റി ബേസിക് റിസർച്ചുകൾ നടത്തുന്നുണ്ട്. ഡിമെൻഷ്യ ആയിക്കോട്ടെ, ഡെലീരിയം ആയിക്കോട്ടെ, ഫോൾസ് ആയിക്കോട്ടെ, മാനേജിങ് ക്ലിനിക്കൽ കണ്ടീഷൻസ് ആയിക്കോട്ടെ, അങ്ങനെ ഒരുപാട് റിസർച്ചുകളുണ്ട്. ഇനിയും അതും ഒന്നുമല്ല, സോഷ്യൽ സർവീസ് ബേസ്ഡ് ക്ലിനിക്കൽ കണ്ടീഷൻ, ഈ ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, സോഷ്യൽ സെറ്റിങ്ങിലുള്ള പ്രശ്നങ്ങൾ, ലീഗൽ എത്തിക്സ് ആസ്പെക്ട്സ്, ഇതിനെയൊക്കെ ബേസ്ഡായ സർവീസ് റിസർച്ചസ് ഉണ്ട്. അതിൻ്റെ ഭാഗമാകാൻ നമുക്ക് സാധിക്കും. ഇതിനൊക്കെ വേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ കണ്ടുപിടിക്കണം. ബിക്കോസ് പണ്ട് നമ്മുടെ CGയും മാത്തുക്കുട്ടിയും നമ്മുടെ മഞ്ജു പറഞ്ഞതുപോലെ ലോഡ് ഓഫ് നെറ്റ്വർക്കിംഗ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം നമ്മൾ ഒരാൾ കണക്ട് ചെയ്ത് കിട്ടുമ്പം കീപ് ദാറ്റ് കോൺടാക്ട്. if whatever interest you have, റിസർച്ചിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ജേർണൽസിൻ്റെ ഭാഗമാകുക, അല്ലെങ്കിൽ ഓരോ സൊസൈറ്റികളുടെ ഭാഗമാകുക, അതിൽ മെമ്പർഷിപ്പ് എടുക്കുക, അവരുടെ ന്യൂസ് ലെറ്റേഴ്സിൻ്റെ ഒക്കെ അപ്ഡേറ്റ്സ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഒക്കെ വരുമ്പോൾ നമ്മൾ അതിൻ്റെ ഭാഗമാകാൻ ശ്രമിക്കണം. കാരണം നമ്മൾ ജോലിക്ക് പോയി തിരിച്ചു വന്നാൽ ഇറ്റ് ഡസൻറ്റ് ഹാപ്പൻ. ആൻഡ് മോസ്റ്റ് ഓഫ് us ആർ നോട്ട് ലൈക്ക് ദാറ്റ്. നമ്മൾ എങ്ങനെയൊക്കെ എവിടെയെങ്കിലൊക്കെ ലൂപ്ഹോൾ ഉണ്ടോ നമ്മൾ നോക്കും, നമ്മളെ പ്രോഗ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് ഓൾ ഓഫ് us ആർ വൺ വേ ഓർ ദി അതർ അതിൽ ഇമ്പോർട്ടൻറ്റ്. ഇപ്പം സെറ്റിങ്സ് ഉള്ളവരാണെങ്കിൽ അവർ വർക്ക് ചെയ്യുന്ന സ്പെഷ്യാലിറ്റിക്ക് ഓരോ ബോർഡുകൾ കാണും. ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നതാണ് ഈ ബ്രിട്ടീഷ് ജെറിയാട്രിക് സൊസൈറ്റി എന്ന് പറയുന്നത്. അതിൻ്റെയൊക്കെ കമ്മിറ്റിയുടെ ഭാഗമാകുക, അല്ലെങ്കിൽ അതിൻ്റെ മെമ്പർഷിപ്പ് എടുക്കുന്ന ഇറ്റ്സെൽഫ്, ദാറ്റ് ബേസിക് തിങ് ഈസ് ടേക്കിംഗ് എ മെമ്പർഷിപ്പ് ഓഫ് ദാറ്റ് സ്പെസിഫിക് ഏരിയ. ഇപ്പോൾ ഓർത്തോപെഡിക്സ് വർക്ക് ആണെങ്കിൽ അവർക്ക് ഓർത്തോപെഡിക് സൊസൈറ്റി ഓഫ് UK മെമ്പർഷിപ്പ് എടുക്കുമ്പം നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള മാനേജ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്, റിസർച്ച് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നിങ്ങൾക്ക് ഇമെയിലിലും ന്യൂസ് ലെറ്ററിലും ഒക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ നമ്മൾ കണ്ടുപിടിക്കണം. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഈ ഹെൽത്ത് സർവീസ് റിസർച്ചസ് എന്ന് പറയുമ്പോൾ അക്രോസ് ദ ബോർഡ്, ഹോസ്പിറ്റലിൽ മാത്രമല്ല അത് നിൽക്കും, നിങ്ങളുടെ ഒരു ഹോസ്പിറ്റൽ സെറ്റിംഗ് മാത്രമല്ല. ഇപ്പം ഞാൻ ചെയ്യുന്ന ഒരു റിസർച്ച് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ ഡെലീരിയം, ദാറ്റ് ഈസ് നോട്ട് ജസ്റ്റ് വിതിൻ മൈ ഹോസ്പിറ്റൽ, ഇറ്റ് ഈസ് GM അപ്രോച്ച് എന്നാണ് പറയുന്നത്, ഗ്രേറ്റർ മാഞ്ചസ്റ്റർ അപ്രോച്ച്, ആൻഡ് ദാറ്റ് വിൽ ഗോ ഡൗൺ ടു ദ നാഷണൽ റൂട്ട്. അതുപോലെ ഒരുപാട് സെക്ടേഴ്സ് നമുക്കിതുപോലെ റിസർച്ചസ് കമ്പനീസ് ഏറ്റെടുത്തിട്ട് നമുക്ക് അതിൻ്റെ ഭാഗമായി മാറാം. അങ്ങനെ ഒരുപാട് കണക്റ്റീവ് ക്രോസ് ഗ്ലോബൽ റിസർച്ചിൻ്റെ ഭാഗമാക്കാൻ നമുക്ക് പറ്റും. അതൊരു ഓപ്പർച്യൂണിറ്റി ആണ്. സോ മേക്കിംഗ് ഓഫ് ദാറ്റ് ഓപ്പർച്യൂണിറ്റി, അതൊക്കെ റിസർച്ചിൻ്റെ ഭാഗം. നമുക്ക് ജോലി സാധ്യതകൾക്ക് ഒരു കുറവില്ല. റിസർച്ച് മേഖലയിലാണെങ്കിൽ നമുക്കൊരു റിസർച്ച് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ you have got lots and opportunities around geriatric nursing. Make use of it. എഡ്യൂക്കേഷനിലേക്ക് വരുമ്പം ക്ലിനിക്കൽ ഇഷ്ടമുള്ളവരുണ്ടായിരിക്കും, ചിലർക്ക് മാനേജ്മെന്റ് ആണ് താല്പര്യം, ചിലർക്ക് റിസർച്ചാണ്. ഇതൊന്നും താല്പര്യമില്ലാതെ എഡ്യൂക്കേഷനിൽ താല്പര്യമുള്ള വ്യക്തിയുണ്ട്. പഠിപ്പിക്കാനാണ് ഇഷ്ടം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് മുന്നോട്ട് പഠിക്കാനാണ് ഇഷ്ടം. അതിനുള്ള എന്തെങ്കിലും സാധ്യത ജെറിയാട്രിക് നഴ്സിംഗ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ യെസ്, യു ഹാവ്.
രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ അക്കാഡമിക് പ്രോഗ്രഷൻ. അപ്പോൾ അതിന് ആദ്യം ഐ വുഡ് സേ ബാൻഡ് 6 ബാൻഡ് 7 ക്ലിനിക്കൽ ജോബ് എടുക്കാൻ ആഗ്രഹമുള്ളവർക്ക്, അല്ലെങ്കിൽ മുന്നോട്ട് ബാൻഡ് 7 നിന്ന് ക്ലിനിക്കലി പ്രോഗ്രസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ അഡ്വാൻസ് പ്രാക്ടീസ്. ക്ലിനിക്കൽ പ്രാക്ടീസിൽ ഇഷ്ടം പോലെ ട്രെയിനി ഓപ്പർച്യൂണിറ്റീസ് ഇപ്പം എല്ലാ ഹോസ്പിറ്റൽസും ഉണ്ട്. ചിലർക്ക് ട്രെയിനി അഡ്വാൻസ് നഴ്സ് പ്രാക്ടീഷണേഴ്സ് എന്നായിരിക്കും, ചിലയിടത്ത് ട്രെയിനി അഡ്വാൻസ് ക്ലിനിക്കൽ പ്രാക്ടീഷണേഴ്സ് എന്നായിരിക്കും, ചിലയിടത്ത് അപ്രന്റിസ്ഷിപ്പ് പ്രോഗ്രാംസ് ആയിരിക്കും. അപ്പം നമ്മുടെ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റിനോട് നമ്മൾ അപ്രൈസൽ ചെയ്യുമ്പോൾ നമ്മൾ ക്ലിയർ ആയിട്ട് പറയണം, ഇതാണ് എൻ്റെ റൂട്ട്, എനിക്ക് താല്പര്യമുള്ളത് ടു ബിക്കം ആൻ അഡ്വാൻസ് ക്ലിനിക്കൽ പ്രാക്ടീഷണർ. വൺസ് യു ഗെറ്റ് ഇൻ ടു അഡ്വാൻസ് ക്ലിനിക്കൽ പ്രാക്ടീസ് യു ക്യാൻ ടേൺ യുവർ റൂട്ട് ഡൗൺ ടു ദ എഡ്യൂക്കേഷൻ. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇനി ഇൻ സർവീസ് എഡ്യൂക്കേഷൻ്റെ ഭാഗമാകാൻ നമുക്ക്, ഇനി അതല്ല നമുക്ക് യൂണിവേഴ്സിറ്റീസ് പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അഡ്വാൻസ് ക്ലിനിക് പ്രാക്ടീസിൻ്റെ ഒരു പില്ലറാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. സോ നാച്ചുറലി യു വുഡ് ബി ഓഫേർഡ്, അല്ലെങ്കിൽ യു വുഡ് ഗെറ്റ് ജോബ്സ് ഇൻ യൂണിവേഴ്സിറ്റീസ്. ഒരു പക്ഷേ യൂണിവേഴ്സിറ്റിയിൽ യു ഡോണ്ട് ഹാവ് ടു സ്റ്റാർട്ട് ആസ് എ ലൈക്ക് ഫുൾ ടൈം യൂണിവേഴ്സിറ്റി ജോബ്, അങ്ങനെ നിർബന്ധമില്ല. ഇപ്പം സിജി ഒക്കെ ചെയ്യുന്ന പോലെ ഓണററി ലെക്ചേഴ്സ്, ഇപ്പം ഒരു മോഡ്യൂൾ നമുക്ക് പറയാം ഐ വുഡ് ലൈക്ക് ടു ബി പാർട്ട് ഓഫ് ദാറ്റ് മോഡ്യൂൾ. അപ്പം ആ മോഡ്യൂൾ നടക്കുന്ന സമയം മാത്രം യു ക്യാൻ ബി എ ഗസ്റ്റ് ലെക്ചറർ, ഓണർ ലെക്ചറർ. അതിനുള്ള സാധ്യതകൾ നമുക്ക് അഡ്വാൻസ് ക്ലിനിക് പ്രാക്ടീസ് കംപ്ലീറ്റ് ചെയ്തവർക്ക് വേറൊരു അഡീഷണൽ സംഭവം ലെക്ചറർ. ഐ എം ഷുവർ നമ്മളെ യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്യുന്നവർക്ക് നമ്മളെ കുറച്ചും കൂടി ഇതിനെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ എൻ്റെ എക്സ്പീരിയൻസ് അനുസരിച്ച് വാട്ട് ഐ ഡിഡ് വാസ് ഐ ഡിഡ് എ എക്സ്ട്രാ ടീച്ചിങ് ക്വാളിഫിക്കേഷൻ ഡിഗ്രി വിച്ച് വാസ് കോൾഡ് ILTA ആൻഡ് DAP. ഇത് രണ്ടും നിങ്ങൾ സെർച്ച് ചെയ്യുവാണെങ്കിൽ കാണാം. ദിസ് ഈസ് മെയിൻലി ഫോർ അപ്ഡേറ്റിംഗ് അവർ സെൽഫ് ഇൻ ടു ദ ടീച്ചിങ് സ്കിൽസ് നമ്മുടെ ബെറ്റർ ആക്കാനുള്ള കോഴ്സുകളാണ്. മിക്ക യൂണിവേഴ്സിറ്റികളിലും ഇത്തരം കോഴ്സുകളുണ്ട്. PG certs ആയിരിക്കും. ഇപ്പം ടു ബിക്കം എ ടീച്ചർ, അല്ലെങ്കിൽ ടു ബിക്കം എ അസോസിയേറ്റ് ലെക്ചറർ, അല്ലെങ്കിൽ എ ഫെലോ, ഇങ്ങനെയൊക്കെയുള്ള സാധ്യതകളാണ്. അസോസിയേറ്റ് ഫെലോ ആയിട്ട് വർക്ക് ചെയ്യുക. അപ്പം നമ്മൾ ഹെൽത്ത് എഡ്യൂക്കേഷൻ ഇംഗ്ലണ്ടിൻ്റെ അണ്ടറിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യപ്പെടും. ആ കോഴ്സ് ചെയ്താൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടതിന് ശേഷം നമ്മൾ ഇഷ്ടമുള്ള, അതായത് നമ്മളെവിടെയാണോ താമസിക്കുന്നത് അതിനടുത്തിട്ട് യൂണിവേഴ്സിറ്റി ജോബ് ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ യു മേക്ക് എ നെറ്റ്വർക്ക് വിതിൻ ദാറ്റ് യൂണിവേഴ്സിറ്റി, സേ ദാറ്റ് യു ക്യാൻ പ്രോഗ്രസ് യുവർ സെൽഫ്. അങ്ങനെയാണ് ഞാൻ ഈ അഡ്വാൻസ് ക്ലിനിക്കൽ പ്രാക്ടീസ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇതുപോലെ യൂണിവേഴ്സിറ്റിയിൽ ഒരു ഡെവലപ്മെൻറ്റ് വന്നപ്പം ഇതുപോലെ നമ്മുടെ ഹോസ്പിറ്റലിനെ കോൺടാക്ട് ചെയ്തു. ഐ വോളണ്ടിയർലി സെഡ് ഐ വോണ്ട് ടു ബി എ പാർട്ട് ഓഫ് ഇറ്റ്. ബട്ട് മൈ തോട്ട് വാസ് വൺ ഡേ ഐ വോണ്ട് ടു ബിക്കം എ പാർട്ട് ഓഫ് യൂണിവേഴ്സിറ്റി. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ അത് ആ കരിക്കുലം ഏറ്റെടുത്തത്. ACP ഫ്രെയിംവർക്ക് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ കമ്മിറ്റിയുടെ ഭാഗമായി. അങ്ങനെയാണ് എനിക്ക് ഈ ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. അപ്പോൾ ലുക്ക് ഫോർ ഓപ്പർച്യൂണിറ്റീസ് ടു ബിക്കം എ ട്യൂട്ടർ. ഇനി അതുമല്ലെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റൽ സെറ്റിങ്ങിൽ തന്നെ നമുക്ക് എഡ്യൂക്കേഷൻ ഫാക്കൽറ്റീസ് കാണും. അപ്പം അതിൻ്റെ ഫുൾ ടൈം നമുക്ക് പഠിപ്പിക്കേണ്ട, നമുക്ക് ക്ലിനിക്കലിലും ശ്രദ്ധിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഫാക്കൽറ്റീസിൻ്റെ ഭാഗമാകാം. ALS പ്രൊവൈഡേഴ്സ്, അക്യൂട്ട് ഇൽനെസ് മാനേജ്മെൻറ്റ് പ്രൊവൈഡേഴ്സ്, ഫ്രെയിൽറ്റി മോഡ്യൂൾ പ്രൊവൈഡേഴ്സ്, ഡിമെൻഷ്യ ട്രെയിനേഴ്സ്. ഡിമെൻഷ്യ ട്രെയിനേഴ്സ് എന്ന് പറയുമ്പോൾ അത് അക്രോസ് UK നമുക്കതിനുള്ള സാധ്യതകളുണ്ട് കേട്ടോ, ഒരുപാട് സാധ്യതകളുണ്ട്. പിന്നെ അതുമല്ല, ഇനിയിപ്പോൾ നമുക്ക് യു വാണ്ട് ടു ബി എ പാർട്ട് ടൈം ജോബ് വർക്കിംഗ് ഫോർ ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ്, നമുക്ക് അതിനും ഉള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. കാരണം ഐ ഹാവ് വർക്ക്ഡ് 6 months ഫോർ നോവാക്, നമ്മുടെ റെവറോക്സിബാൻ ആൻഡ് എഡോക്സിബാൻ കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട് പാർട്ട് ടൈം. അങ്ങനെയും നമുക്ക് വർക്ക് ചെയ്യാം. സോ education wise, lots and lots of opportunities you have within this care of elderly setting. ഇനിയും ഞാൻ കുറച്ച് എനിക്കറിയാവുന്ന പ്രോഗ്രാംസ് പരിചയപ്പെടുത്തി തരാം. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണോ എന്ന് അറിയത്തില്ല. നിങ്ങളുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ഇപ്പോൾ മാസ്റ്റേഴ്സ് ചെയ്യണം, നിങ്ങൾക്ക് അഡ്വാൻസ് ക്ലിനിക്കൽ പ്രാക്ടീസിലോ അല്ലെങ്കിൽ മറ്റ് മാസ്റ്റേഴ്സിനോ അവസരങ്ങൾ കിട്ടിയില്ല, നിങ്ങളൊരു കെയർ ഓഫ് എൽഡർലി സെക്ടറിൽ അല്ലെങ്കിൽ അക്യൂട്ട് മെഡിസിൻ സെക്ടറിൽ വർക്ക് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ യൂണിവേഴ്സിറ്റി ഓഫ് ലിവർപൂൾ ഇപ്പോൾ കറൻ്റ്ലി ഒരു മാസ്റ്റേഴ്സ് ഡിഗ്രി ചെയ്യുന്നുണ്ട്, വിച്ച് ഇസ് കോൾഡ് സപ്പോർട്ടീവ് പാലിയേറ്റീവ് ആൻഡ് എൻഡ് ഓഫ് ലൈഫ് കെയർ. ദിസ് ഇസ് എ full masters which is you get a lot of information from
ലിവർപൂൾ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ പോവുകയാണെങ്കിൽ നമുക്കിതിനെ പറ്റിയുള്ള കൂടുതലുള്ള ഇൻഫർമേഷൻ കിട്ടും. അപ്പം പക്ഷേ നമുക്കിതിനെല്ലാം വേണ്ടത് ഫണ്ടിങ് ആണ്. ഫണ്ടിങ്ങിന് നിങ്ങളുടെ ഹോസ്പിറ്റൽ സെറ്റിങ്ങിൽ നിന്ന് അതിനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കണം, എങ്ങനെയാണ് നിങ്ങളുടെ ഫണ്ടിങ്ങും കാര്യങ്ങളും എന്നുള്ളത്. പക്ഷേ ഈ കുറച്ച് പ്രോഗ്രാംസ് കറൻ്റ്ലി റൺ ചെയ്യുന്ന ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തുവാണ്. ദ ഫസ്റ്റ് വൺ ഈസ് ഞാൻ പറഞ്ഞ പാലിയേറ്റീവ് ആൻഡ് എൻഡ് ഓഫ് ലൈഫ് കെയർ MSc. അതുപോലെ തന്നെ കിങ്സ് കോളേജ് ലണ്ടനിൽ ജെറന്റോളജി ആൻഡ് ഏജിങ് MSc. അത് ഈ MSc അറൗണ്ട് ജെറന്റോളജി ആൻഡ് ഏജിങ് ആണ്. നല്ലൊരു പ്രോഗ്രാമാണ്. എൻ്റെ 2-3 ഫ്രണ്ട്സ് ഇതിൻ്റെ പാർട്ടായിട്ടുണ്ട്. ഇന്ത്യൻസ് അല്ല, ഇംഗ്ലീഷുകാർ. അവർ പറഞ്ഞത് ദിസ് ഇസ് എ വെരി ഗുഡ് റണ്ണിങ് പ്രോഗ്രാം വിച്ച് ഈസ് ഇൻ കിങ്സ് കോളേജ് ലണ്ടൻ. അവർ PG Cert and PG Diploma in person-centered which is mainly for advanced care home practice. അപ്പം നഴ്സിംഗ് ഹോംസ്, റെസിഡൻഷ്യൽ ഹോം അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സെറ്റിങ്ങിൽ വർക്ക് ചെയ്യുന്നവർക്ക് പറ്റിയൊരു സംഭവമാണ് ഈ PG Cert അല്ലെങ്കിൽ PG Diploma. ആ ടോപ്പിക് ഈസ് നോൺ ആസ് person-centered practice. അതൊരു നല്ല പ്രോഗ്രാമാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പിന്നെ കാർഡിഫ് ഏരിയയിലുള്ളവർക്ക് വേണ്ടിയുള്ള ലേണ LEARNA, അതാണ് ആ എഡ്യൂക്കേഷൻ പ്രോഗ്രാമിനെ പറ്റി എനിക്ക് വലിയൊരു അറിവില്ല. ഞാനിതിൻ്റെ ഒരു ഫ്രണ്ട് വഴി കണ്ടുപിടിച്ചതാണ്. അപ്പം നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അവർ നടത്തുന്ന ഒരു പ്രോഗ്രാമാണ് വിച്ച് ഇസ് എ സെൽഫ് ഫണ്ടഡ്. സോ യു ഡോണ്ട് ഹാവ് ടു വറി. ഇപ്പം നമുക്ക് പൈസയുണ്ട്, നമുക്കതിന് നമ്മളെ തന്നെ വി ക്യാൻ റിലീസ് ഫ്രം യുവർ ക്ലിനിക്കൽ വർക്ക്. സെൽഫ് ഫണ്ടഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് കെയർ ഓഫ് എൽഡർലി. ഇറ്റ്സ് എ PG Diploma. ഇനിയിപ്പോൾ മുന്നോട്ട് നിങ്ങൾക്ക് പ്രോഗ്രസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ സെൽഫ് ഫണ്ടഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് കെയർ ഓഫ് ദി എൽഡർലി എന്നാണ് പ്രോഗ്രാമിൻ്റെ ടൈറ്റിലിൻ്റെ പേര്, വിച്ച് ഇസ് എ PG Diploma. പിന്നെ ഡെഫിനറ്റ്ലി ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ MSc ഇൻ അഡ്വാൻസ് ക്ലിനിക്കൽ പ്രാക്ടീസ് മിക്ക ഹോസ്പിറ്റൽസിലും ഇതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പം കറൻ്റ്ലി മാഞ്ചസ്റ്റർ മെട്രോപൊളിറ്റൻ യൂണിവേഴ്സിറ്റി, സാൽഫോർഡ് യൂണിവേഴ്സിറ്റി, യൂണിവേഴ്സിറ്റി ഓഫ് മാഞ്ചസ്റ്റർ, ബർമിംഗം യൂണിവേഴ്സിറ്റി, ഷെഫീൽഡ്, എല്ലായിടത്തും ഈ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. ബിക്കോസ് ഇറ്റ്സ് എ വെൽ എസ്റ്റാബ്ലിഷ്ഡ് പ്രോഗ്രാം. പിന്നെ എനിക്കറിയാവുന്ന ഷെഫീൽഡ് ഹാലം യൂണിവേഴ്സിറ്റി, ഈയിടെ അനു അന്തോന്ന് എന്നെ വിളിച്ചത്. നിങ്ങൾക്ക് MSc ചെയ്യാൻ ആഗ്രഹമുണ്ട് കെയർ ഓഫ് എൽഡർലിയിൽ അല്ലെങ്കിൽ ജെറിയാട്രിക്സിൽ, നല്ലൊരു പ്രോഗ്രാം റൺ ചെയ്യുന്നത് സപ്പോർട്ടീവ് പാലിയേറ്റീവ് ആൻഡ് എൻഡ് ഓഫ് ലൈഫ് കെയർ വിച്ച് ഇസ് ഇൻ ഷെഫീൽഡ് ഹാലം യൂണിവേഴ്സിറ്റി. University of Southampton has got gerontology MSc distance learning. So you don't have to. Anyway, ഇപ്പോൾ എല്ലാം വെർച്വൽ പ്ലാറ്റ്ഫോമിലായതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ച് സമാധാനമുണ്ട്. പക്ഷേ എന്നാലും വേറൊരു പ്രോഗ്രാം വിച്ച് ഇസ് എ ഡിസ്റ്റൻസ് ലേണിംഗ്. യു ക്യാൻ ബി എനിവെയർ ഇൻ ദ വേൾഡ് ആൻഡ് യു ക്യാൻ സ്റ്റഡി വിച്ച് ഇസ് ജെറന്റോളജി, യൂണിവേഴ്സിറ്റി ഓഫ് സതാംപ്ടൺ. ഇപ്പം മാസ്റ്റേഴ്സ് കഴിഞ്ഞു എന്ന് വെച്ചു. നിങ്ങൾക്ക് വീണ്ടും പഠിക്കണം എന്നുണ്ടെങ്കിൽ ഒരുപാട് ഫെലോഷിപ്സ് അല്ലെങ്കിൽ ഫെലോഷിപ്പ് സ്കീംസ് ആൻഡ് ഗ്രാൻസ് ആർ പ്രൊവൈഡഡ് ബൈ ബ്രിട്ടീഷ് ജെറിയാട്രിക് സൊസൈറ്റി, ഏർലി കരിയർ റിസർച്ച് നെറ്റ്വർക്ക്, അക്യൂട്ട് ഫ്രെയിൽറ്റി നെറ്റ്വർക്ക്. ഇപ്പം ഇതൊക്കെ നിങ്ങൾക്ക് ജെറിയാട്രിക്ക് വർക്ക് ചെയ്യുന്നവർക്ക് കുറച്ചും കൂടെ മനസ്സിലാകും ഞാനിത് പറയുമ്പോൾ. കാരണം ഈ നെറ്റ്വർക്കുകളൊക്കെ, കാരണം ഇവരൊക്കെയാണ് നമുക്ക് ഫണ്ടിങ് പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാർ. അപ്പം ഇവരുമായിട്ടൊക്കെയുള്ള ഒരു നല്ല നെറ്റ്വർക്കിംഗ് അല്ലെങ്കിൽ കണക്ടിവിറ്റി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പം അവർ ഒരുപാട് ഫെലോഷിപ്പ് സ്കീംസ്, പ്രീ ഡോക്ടറേറ്റ് ആൻഡ് പോസ്റ്റ് ഡോക്ടറേറ്റ് ഫെലോഷിപ്പ് സ്കീംസ് ഇവർ വഴി നമുക്ക് ലഭിക്കും. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത് ചോദിച്ചാൽ, ഇങ്ങനെ ഒരു ഫെലോഷിപ്പ് വരുന്നുണ്ട്, ദേ വിൽ സെൻഡ് യു ആൻ ഇമെയിൽ ഓർ എ ന്യൂസ് ലെറ്റർ, ഇങ്ങനെ ഒരു സംഭവമുണ്ട്. അപ്പം വാട്ട് യു ഹാവ് ടു ഡു, യു ഹാവ് ടു ടോക്ക് ടു യുവർ മാനേജർ ആൻഡ് സേ ദാറ്റ് യു നോ. ചിലപ്പം ഈ ഫെലോഷിപ്പ് ഫണ്ടിങ് അവർ നമുക്ക് നല്ലൊരു പ്രോജക്റ്റും കൊണ്ടാണ് ചെല്ലുന്നെങ്കിൽ അവർ ഫണ്ടിങ് നമുക്ക് തരും. പക്ഷെ നമുക്ക് ആകെ കിട്ടേണ്ടത് ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരു ടൈം ഓഫ് സ്റ്റഡി നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് അനുവദിച്ച് കിട്ടണം. അപ്പോൾ അതാണ് നമ്മുടെ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് വേണ്ടത്. ഈ ഫണ്ടിങ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് നോട്ട് ഈസി. പക്ഷെ അതിനുള്ള എല്ലാ കാര്യങ്ങളും അവർ നിങ്ങളെ പ്രിപ്പയർ ചെയ്യും കേട്ടോ. പ്രിപ്പയറിംഗ് ഫോർ ഫെലോഷിപ്പ്, പ്രിപ്പയറിംഗ് ഫോർ പോസ്റ്റ്, പ്രിപ്പയറിംഗ് ഫോർ പ്രീ ഡോക്, ഇതിനൊക്കെ ഒരുപാട് വെബിനാർസ്, ഒരുപാട് സെഷൻസ് ഒക്കെ നമുക്കിപ്പം കറൻ്റ്ലി റൺ ചെയ്യുന്നുണ്ട്. അതൊക്കെ നമ്മൾ മേക്ക് യൂസ് ചെയ്യണം. ഈ MSc കഴിഞ്ഞവർക്ക്, മുന്നോട്ട് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ജെറിയാട്രിക് മേഖലയിലുള്ള ഫെലോഷിപ്സ് ഒരുപാടുണ്ട്, ഗ്രാൻസ് ഒരുപാടുണ്ട്. ഇപ്പം ഞാൻ ചെയ്യുന്ന പ്രീ ഡോക് ഫെലോഷിപ്പ് ഇറ്റ് ഈസ്, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ചാരിറ്റി ഗ്രാൻഡഡ് ആണ്. പക്ഷേ NIHR ഇസ് ഹെൽപ്പിംഗ് മീ ഔട്ട് ഫോർ ദം. അതിന് വേണ്ട സിസ്റ്റമാറ്റിക് റിവ്യൂസിനൊക്കെ പബ്ലിക്കേഷനൊക്കെയുള്ള സഹായം അവരാണ് ചെയ്യുന്നത്. സോ ഇതാണ് നമ്മുടെ എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റീസ്.
എഡ്യൂക്കേറ്റിംഗ് അതേഴ്സ് ഞാൻ പറഞ്ഞു. യൂണിവേഴ്സിറ്റി മോഡ്യൂൾസ് specifically for care of elderly. Lot of MSc programs will have modules like dementia, frailty, acute and chronic pain management, gerontology, orthogeriatrics, bone health. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ചെറിയ ചെറിയ മോഡ്യൂൾസ് ഓരോ യൂണിവേഴ്സിറ്റി പ്രോഗ്രാംസിൽ കാണും. അപ്പം നമുക്ക് യൂണിവേഴ്സിറ്റിയുമായിട്ടൊരു അഫിലിയേഷൻ അല്ലെങ്കിൽ ടൈപ്പ് ഉണ്ടാക്കുമ്പം ആ മോഡ്യൂൾസിൻ്റെ ഭാഗമാകാൻ നമുക്ക് പറ്റും. അങ്ങനെ പോയി നമുക്ക് ലെക്ചേഴ്സ് എടുക്കാൻ പറ്റും. they will pay you for that. പക്ഷേ ചിലർക്കൊക്കെ ചിലപ്പം ക്ലിനിക്കൽ ജോബിൽ നിന്ന് യു മേ നോട്ട് കം ഔട്ട്. ആദ്യ കാലങ്ങളിൽ ഞാൻ 2014 എന്നെ ഒരിക്കലും വിടത്തില്ലായിരുന്നു. ആൻഡ് ഐ വാണ്ടഡ് ടു ബി എ ടീച്ചർ ഓർ വർക്ക് വിതിൻ യൂണിവേഴ്സിറ്റി. സോ ഞാൻ എൻ്റെ ആനുവൽ ലീവ് എടുത്ത് പോയിട്ടുണ്ട്. ഇറ്റ്സ് ലൈക്ക് ഡൂയിങ് ആൻ ഓവർ ടൈം. നിങ്ങളങ്ങ് ഓർത്താൽ മതി. പക്ഷേ ആനുവൽ ലീവ് ആ ടൈമിൽ ആ മോഡ്യൂളിലൊക്കെ നമുക്ക് കിട്ടണം. നല്ല മാനേജേഴ്സും നല്ല മേട്രൻസും ഒക്കെ നമുക്ക് വേണം. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ നമുക്കിപ്പോൾ ആഗ്രഹമുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ദ വേൾഡ് വിൽ സ്റ്റാൻഡ് വിത്ത് യു. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ വർക്കിംഗ് ഇൻ ടീച്ചിങ് ഹോസ്പിറ്റൽസ്. ഇപ്പം യൂണിവേഴ്സിറ്റി ഓഫ് മാഞ്ചസ്റ്റർ ടീച്ചിങ് ഹോസ്പിറ്റൽ, മിനിജാഡ് ഹോസ്പിറ്റൽ, ഷെഫീൽഡ് ഹോസ്പിറ്റൽസ് ടീച്ചിങ് ഹോസ്പിറ്റൽ. അതുപോലെ ടീച്ചിങ് ഹോസ്പിറ്റലിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ടു ബിക്കം അല്ലെങ്കിൽ ടു എക്സൽ യുവർ സെൽഫ് ഇൻ എഡ്യൂക്കേഷൻ നമുക്ക് കിട്ടും. എഡ്യൂക്കേഷൻ ലീഡായിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന നമ്മുടെ ആൾക്കാരെ എനിക്കറിയാം. പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസിന് വേണ്ടി നമുക്ക് പിന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഈയിടെ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി വന്നത് അക്രോസ് UK മെഡിക്കൽ സ്റ്റുഡൻസിൻ്റെ ഇൻഡക്ഷൻ്റെ ഭാഗമായിട്ട് ദേ ആർ മേക്കിംഗ് യൂസ് ഓഫ് എഡ്യൂക്കേറ്റേഴ്സ് ഫ്രം നഴ്സിംഗ് ബാക്ക്ഗ്രൗണ്ട്. നഴ്സിംഗ് എഡ്യൂക്കേറ്റേഴ്സിനെ അല്ലെങ്കിൽ അഡ്വാൻസ് ക്ലിനിക്കൽ പ്രാക്ടീസ് നഴ്സസിനെ, അതുമല്ലെങ്കിൽ നഴ്സ് കൺസൾട്ടൻസിനെ അവർ മെഡിക്കൽ സ്റ്റുഡൻസിൻ്റെ ചില ഇൻഡക്ഷൻ പ്രോഗ്രാംസിലേക്ക് സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. പിന്നെ ബെഡ് സൈഡ് ടീച്ചിങ്, അത് നമ്മുടെ എല്ലാവരുടെയും നഴ്സിങ്ങിൻ്റെ ഭാഗമാണ്. ഇനിയും ഇതൊക്കെ കഴിഞ്ഞാൽ ലീഡർഷിപ്പിൽ നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും? ഡെഫിനറ്റ്ലി നമ്മുടെ ലീഡർഷിപ്പ് ഇറ്റ്സ് എ പാർട്ട് ആൻഡ് പാർസൽ ഓഫ് നഴ്സിംഗ്. അപ്പം ഓരോരുത്തർക്കും ഓരോ ലീഡർഷിപ്പ് ക്വാളിറ്റീസ് കാണും. ഞാൻ എപ്പോഴും എല്ലാവരോടും പറയും, ഇൻ്റർവ്യൂസിനാണെങ്കിലും നമ്മുടെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ആയിരിക്കത്തില്ല നമ്മുടെ ആ സർവീസിന് ആവശ്യം. പല ക്ലിനിക്കൽ ഗവേണൻസും അങ്ങനെയൊക്കെ സെഷൻസ് എടുത്തവർ നമ്മളോട് പറഞ്ഞു നമ്മുടെ ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഷുഡ് ബി അഡാപ്റ്റഡ് ടു ദാറ്റ് സ്പെസിഫിക് സിറ്റുവേഷൻ എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ഇപ്പം ഞാനൊരു വിഷണറി ലീഡറാണ്. ഐ ഹാവ് സർട്ടൻ ഫോക്കസ്, ദെൻ ഐ വർക്ക് അറൗണ്ട് ദാറ്റ്. ബട്ട് എപ്പോഴും ഒരു വിഷണറി ലീഡർ എന്ന് പറഞ്ഞ് വർക്ക് ചെയ്യാൻ പറ്റില്ല. സംടൈംസ് ഐ ഹാവ് ടു ബിക്കം എ സെർവൻ ലീഡർ. സംടൈംസ് മേ ബി ഐ ഹാവ് ടു ബി എ ബിറ്റ് ഓഫ് ഓട്ടോക്രാറ്റിക് അല്ലെങ്കിൽ ഒരു ബിറ്റ് ഓഫ് ഡെമോക്രാറ്റിക്. അപ്പോൾ ഈ എല്ലാ ലീഡർഷിപ്പ് ആസ്പെക്ട്സും കൂടെ ചില സിറ്റുവേഷനിൽ നമുക്ക് അഡാപ്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ സർവീസ് ഡെവലപ്മെൻറ്റ് ബെറ്റർ ആവുന്നത്. അപ്പം ഈ ലീഡർഷിപ്പ് ഡിമാൻഡ്സ് ഉണ്ട് നമുക്ക് ജെറിയാട്രിക് നഴ്സിങ്ങിലും. യൂണിറ്റ് ലീഡ് ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം ബാൻഡ് 6 നഴ്സസ്. ഇപ്പം ബാൻഡ് 6 നഴ്സ് എന്ന് പറയുമ്പം ആ യൂണിറ്റിൻ്റെ വാർഡ് ഇൻചാർജ് അല്ലെങ്കിൽ സിസ്റ്റർ ഇൻചാർജ് പോസ്റ്റ് തൊട്ട് നമ്മുടെ ഡെപ്യൂട്ടി ചീഫ് നഴ്സ് വരെ നമുക്ക് ആകാം. യൂണിറ്റ് ലീഡർഷിപ്പ് ക്വാളിറ്റിയിലൂടെ നമുക്ക് കണ്ടെത്താം. ഇനിയും ക്രൈറ്റീരിയ ലെഡ് സർവീസ് മുമ്പേ സൂചിപ്പിച്ചതുപോലെ ഓരോ ഹോസ്പിറ്റൽ സെറ്റിങ്ങിലും ഡിസ്ചാർജ് പ്ലാനിങ് അല്ലെങ്കിൽ ആക്സിഡൻറ്റ്സ് ആൻഡ് എമർജൻസി സെറ്റിങ്ങിൽ, ഫ്രെയിൽറ്റി സെറ്റിങ്ങിൽ, ഡിമെൻഷ്യ യൂണിറ്റിൽ, ഇവിടൊക്കെ നേഴ്സ് ലെഡ് അല്ലെങ്കിൽ ക്രൈറ്റീരിയ ലെഡ് സർവീസസ് ഉണ്ട്. അപ്പം നമ്മുടെ ഹോസ്പിറ്റലിൽ ഓർത്തോ ജെറിയാട്രിക് ഫോളോ അപ്സ് ആർ criteria led. You don't have to be an advanced clinical practitioner for that. You can be an experienced nurse who is a band 7 in geriatric nursing who could take up the lead of that clinic. എനിക്കറിയാം എൻ്റെ ഹോസ്പിറ്റലിൽ GP സെറ്റിങ്ങിൽ മെമ്മറി ക്ലിനിക്സ് റൺ ചെയ്യുന്ന നഴ്സസ് ഉണ്ട്. അത് ഇറ്റ്സ് എ ബാൻഡ് 7 ജോബ്. ദേ ആർ ആക്ച്വലി ലീഡിങ് ഡയഗ്നോസിസ് ആൻഡ് അസസ്മെൻറ്റ് ആൻഡ് ഫർദർ മാനേജ്മെൻറ്റ് ഓഫ് ഡിമെൻഷ്യ. ഇറ്റ്സ് എ മെമ്മറി ക്ലിനിക് ഇറ്റ്സ് കോൾഡ്. ഹാർട്ട് ഫെയിലിയർ മാനേജ്മെൻറ്റ് ക്ലിനിക്സ്, കാർഡിയോളജി ബാക്ക്ഗ്രൗണ്ട് നമുക്ക് വേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഇഫ് യു ആർ എ ജെറിയാട്രിക് പേഴ്സൺ, യു ഹാവ് ഇനഫ് പേഷ്യൻറ്റ് ഹു ഹാസ് ബീൻ യു ഹാവ് ടേക്കൺ കെയർ വിത്ത് കാർഡിയാക് കണ്ടീഷൻസ് അല്ലെങ്കിൽ ഹാർട്ട് ഫെയിലിയർ കണ്ടീഷൻസ്, COPD കേസസ്, റെസ്പിറേറ്ററി ഡിപ്പാർട്ട്മെൻറ്റിൽ നമുക്ക് ജോലി സാധ്യതകളുണ്ട്. പിന്നെ അതുപോലെ തന്നെ എനിക്കറിയാം റീജിയണൽ കമ്മിറ്റി പാനൽ മെമ്പേഴ്സ് നമ്മുടെ ലീഡർഷിപ്പിൻ്റെ ഭാഗമായിട്ട് പറയുമ്പോൾ നമുക്ക്
ഗൈഡ് ലൈൻ കമ്മിറ്റികളുടെയൊക്കെ നൈസ് പോലെയുള്ള അല്ലെങ്കിൽ റെസ്പിറേറ്ററി ഗൈഡ് ലൈൻ കമ്മിറ്റികളുടെയൊക്കെ ഭാഗമാകാൻ നമുക്ക് പറ്റും. അങ്ങനെ ഭാഗമായ ഒരുപാട് പേരെ എനിക്കറിയാം. ഇപ്പം ഞാനിപ്പം നമ്മുടെ BGS അല്ലെങ്കിൽ ബ്രിട്ടീഷ് ജെറിയാട്രിക് സൊസൈറ്റി നോർത്ത് വെസ്റ്റിൻ്റെ കമ്മിറ്റി പാനൽ മെമ്പറാണ്. അപ്പം നമുക്ക് ഇതുപോലുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് ഒരുപാട് ഈ ഒരു ഏരിയയിൽ കിട്ടും. റീജിയണൽ കമ്മിറ്റി പാനൽ മെമ്പേഴ്സ്, നാഷണൽ കമ്മിറ്റി മെമ്പേഴ്സ്, പ്രോജക്റ്റ് ലീഡേഴ്സ് ഇൻ ഹോസ്പിറ്റൽ ആൻഡ് കമ്മ്യൂണിറ്റി സെറ്റിംഗ്, ക്രൈറ്റീരിയ ലെഡ് ഡിസ്ചാർജ് സർവീസ് ലീഡ്സ്, ഇതൊക്കെ ലീഡർഷിപ്പിനെ നമ്മുടെ എക്സൽ ചെയ്യാൻ പറ്റിയ ഈ മേഖലയിലെ സാധ്യതകളാണ്. പിന്നെ ഇതൊക്കെ ഞാൻ പറഞ്ഞു, 4 സെക്ടറിലായിട്ട് നമ്മുടെ ജോലി സാധ്യതകൾ പറഞ്ഞു. ഇനി ഞാൻ പറയാൻ പോകുന്നത്, ഒരുപാട് പേരെന്നോട് ചോദിച്ചു ഈ ജെറിയാട്രിക് ജോബ് ഓപ്പർച്യൂണിറ്റീസിൻ്റെ ഭാഗമായിട്ട് നഴ്സ് കൺസൾട്ടൻറ്റ് ജോബ് വരെ ജെറിയാട്രിക് ഏരിയയിൽ സാധാരണ രീതിയിൽ ചോദിക്കുന്ന അല്ലെങ്കിൽ ബേസിക്സ് ആയിട്ടുള്ള ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയായിരിക്കും എന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ മറ്റ് സ്പെഷ്യാലിറ്റികളിൽ പോകുമ്പം ആ സ്പെഷ്യാലിറ്റി ഓറിയൻറ്റഡ് ആയിട്ടായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻസ് വരുന്നത്. വെൻ ഇറ്റ് കംസ് ടു ഓൾഡർ കെയർ ജെറിയാട്രിക് നഴ്സിംഗ് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ദാറ്റ് ഈസ് ക്വൈറ്റ് ഇമ്പോർട്ടൻറ്റ് ഫോർ യു ടു അണ്ടർസ്റ്റാൻഡ്. അത് നമുക്ക് പ്രിപ്പയർ ചെയ്ത് പോയാൽ ഇന്റർവ്യൂ എക്സെൽ ചെയ്യാൻ പറ്റും. സാധാരണഗതിയിൽ ബാൻഡ് 6 അല്ലെങ്കിൽ ബാൻഡ് 7 ജോലി വരുമ്പം ഡെഫിനറ്റ്ലി നമ്മുടെ എല്ലാ ബാൻഡ് 6 ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ കണ്ടപ്പം ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ പറഞ്ഞില്ലേ, അതൊക്കെ കാണുമായിരിക്കും. ലീഡർഷിപ്പിൻ്റെ ഭാഗമായിട്ടും മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് കാണും. പക്ഷെ വെൻ ഇറ്റ് കംസ് ടു ജെറിയാട്രിക് ക്ലിനിക്കൽ ക്വസ്റ്റ്യൻസ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. വാട്ട് ഈസ് ജെറിയാട്രിക് നഴ്സിംഗ്, വാട്ട് ആർ ദ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് കെയർ ഓഫ് എൽഡർലി നഴ്സ്. അതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ഈസ് അറൗണ്ട് കോംപ്രിഹെൻസീവ് ജെറിയാട്രിക് അസസ്മെൻറ്റ് CGA. അതിനെപ്പറ്റി ഒരു ഇന്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് കാണണം. That is very important. Either you are a frailty practitioner or a frailty clinician or a band 6 nurse in a geriatric setting or active case manager band 6 job അല്ലെങ്കിൽ band 7 job, specialty job for long term conditions, അങ്ങനത്തെ സ്പെഷ്യാലിറ്റി ജോബ് വന്നാലും നമുക്ക് അറിയേണ്ട ഒരു കാര്യമാണ് കോംപ്രിഹെൻസീവ് ജെറിയാട്രിക് അസസ്മെൻറ്റ്. നമ്മൾ ഗൂഗിൾ ചെയ്താലോ മറ്റുള്ള വ്യക്തികളോ ഹോസ്പിറ്റൽ സെറ്റിങ്ങിലൊക്കെ അതിനെപ്പറ്റി ധാരാളം അറിയാൻ പറ്റും. അതുപോലെ തന്നെ ഒന്നാണ് ഫ്രെയിൽറ്റി നാഷണൽ ആൻഡ് ലോക്കൽ സ്റ്റാൻഡേർഡ്സ്. ദർ ഈസ് എ സെറ്റ് സ്റ്റാൻഡേർഡ് ക്രൈറ്റീരിയ, ഒരു ഗോൾഡൻ സ്റ്റാൻഡേർഡ് ക്രൈറ്റീരിയ വിച്ച് വിൽ ബി ട്വീക്ക്ഡ്. നമ്മുടെ ഹോസ്പിറ്റൽ സ്റ്റാൻഡേർഡ്സിന് ചെറിയ കാര്യങ്ങൾ എത്തിയാലും having an overview about frailty standard and criteria is quite important. നിങ്ങൾ ഇനി ഒരു ഫ്രെയിൽറ്റി സ്പെഷ്യാലിറ്റി ജോബിന് പോകണമെങ്കിൽ ഫ്രെയിൽറ്റി ഇൻഡിക്കേറ്റേഴ്സ് ആൻഡ് ഫ്രെയിൽറ്റി ക്ലിനിക്കൽ ഫ്രെയിൽറ്റി സ്കോർ, ക്ലിനിക്കൽ ഫ്രെയിൽറ്റി അല്ലെങ്കിൽ ഫ്രെയിൽറ്റി സ്ക്രീനിങ് ടൂൾസ് ഒരുപാടുണ്ട്. നമ്മൾ പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്നത് ക്ലിനിക്കൽ ഫ്രെയിൽറ്റി സ്കോറാണ്. CFS ഒരു ഓവർവ്യൂ നമ്മുടെ ഇന്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് ഉണ്ടായിരിക്കണം. ബിക്കോസ് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദാറ്റ് ജോബ്. അതുപോലെ തന്നെയാണ് ഞാൻ പറഞ്ഞ ഫ്രെയിൽറ്റി സിൻഡ്രോംസ്, ഫ്രെയിൽറ്റി ഇൻഡിക്കേറ്റേഴ്സ്, ഇത്തരം നമ്മൾ ക്ലിനിക്കലി, കാരണം ഈ ഓൾ പേഷ്യൻസിന് വരുമ്പം അവർക്ക് ഒരു കണ്ടീഷനായിട്ടല്ല വരുന്നത്. IHD, CV, strokes, ACS, enstemies, hypoglycemia, diabetes, dementia, delirium, congestive heart failure, COPD, ക്യാൻസറുകൾ, ഇവരിൽ ഏതെങ്കിലും ഒരെണ്ണം കാണും. ഇനി ഫോൾസ് ആൻഡ് ഫ്രാക്ചേഴ്സ് കാണും. ഫ്രാക്ചറിനെ പറ്റി, ഇതിനെപ്പറ്റി ക്ലിനിക്കലി എല്ലാ ക്ലിനിക്കൽ കണ്ടീഷനെ പറ്റി ഒരു ചെറിയ അറിവ് നിങ്ങളുടെ ഇൻ്റർവ്യൂവിൻ്റെ ഭാഗമായിട്ടുണ്ടായിരിക്കുന്നത് നന്നായിരിക്കും. പക്ഷെ പ്രധാനമായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് മെയിൻ ഫ്രെയിൽറ്റി കണ്ടീഷൻസ് അല്ലെങ്കിൽ മെയിൻ കെയർ ഓഫ് എൽഡർലി കണ്ടീഷൻസ് ആണ്. അതായത് ലോങ് ടേം കണ്ടീഷൻസ് ഉണ്ട്, പേഷ്യൻസിനുണ്ട്. ക്യാൻസേഴ്സ്, COPD, ഹാർട്ട് ഫെയിലിയേഴ്സ്, സ്ട്രോക്ക്, അത്തരം കണ്ടീഷൻസ്. ഡെഫിനറ്റ്ലി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിമെൻഷ്യയെ പറ്റി നിങ്ങൾക്കൊരു അറിവുണ്ടായിരിക്കണം. നാഷണൽ ഫോക്കസ്, അതിനെപ്പറ്റി നിങ്ങൾക്ക് എൽഡർലി
അതിനെപ്പറ്റി അറിവുണ്ടായിരിക്കണം. ഫ്രാക്ചേഴ്സ് ആൻഡ് ഫ്രാക്ചർ മാനേജ്മെൻറ്റ്, ബോൺ ഹെൽത്ത്, ന്യൂട്രീഷൻ, റിഡക്ഷൻ ആൻഡ് പ്രിവെൻഷൻ, പെയിൻ മാനേജ്മെൻറ്റ്, സ്പെസിഫിക്കലി ഇൻ പോസ്റ്റ് സർജറി, അഡ്വാൻസ് ഡിമെൻഷ്യ, പെയിൻ മാനേജ്മെൻറ്റ്, സ്ക്രീനിങ്, അതിൻ്റെ മാനേജ്മെൻറ്റ്, പിന്നെ ഇതെല്ലാം. അതുപോലെ തന്നെ ഈ കെയർ ഓഫ് എൽഡർലി പറയുന്നത് ഇറ്റ്സ് ജസ്റ്റ് നോട്ട് വൺ മാൻ ജോബ് ലൈക്ക് എനി അതർ സ്പെഷ്യാലിറ്റി. ഇറ്റ്സ് ലൈക്ക് ആൻ MDT അപ്രോച്ച്. അപ്പോൾ നമുക്ക് മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച് അല്ലെങ്കിൽ കൊലാബറേറ്റീവ് അപ്രോച്ച് ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് എപ്പോഴും ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കണം. കാരണം ഒരിക്കലും ഇവരുടെ മാനേജ്മെൻറ്റ് ഒരാൾക്ക് ഒരു ക്ലിനീഷ്യന് നടത്താൻ പറ്റത്തില്ല. ഇറ്റ് ഈസ് എ അപ്രോച്ച് നോട്ട് ജസ്റ്റ് വിതിൻ ഹോസ്പിറ്റൽ സെറ്റിംഗ്, but you have to connect it to the community. കാരണം ഇവരുടെ കെയർ ഇസ് കണ്ടിന്യൂയിങ് ഹെൽത്ത് കെയർ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഹോസ്പിറ്റൽ സെറ്റിങ്ങിനെ പറ്റി മാത്രമല്ല വാട്ട് ഈസ് അവൈലബിൾ ഇൻ കമ്മ്യൂണിറ്റി എന്നതിനെ പറ്റിയും നമ്മുടെ ഇൻ്റർവ്യൂവിൽ നമ്മൾ അറിഞ്ഞിരിക്കണം. ഒരു പേഷ്യൻറ്റിനെ ഡിസ്ചാർജ് ചെയ്താൽ whether they need 24 hours care, are they going to residential area, are they going to home with the package of care, what is the social service demands they have, what is the complex discharge issue they have, ഇതെല്ലാം നമുക്ക് അറിഞ്ഞിരിക്കണം. കാരണം ദിസ് ഈസ് എ കൊളാബറേറ്റീവ് അപ്രോച്ച്. അതിനോടൊപ്പം തന്നെ ഈ മേഖലയിലുള്ള അല്ലെങ്കിൽ ഇങ്ങനെ വർക്ക് ചെയ്യുന്നവർക്ക് അറിയേണ്ട ഇൻ്റർവ്യൂവിൻ്റെ ഭാഗമായിട്ട് അറിയേണ്ട കാര്യങ്ങളാണ് മെൻ്റൽ കപ്പാസിറ്റി അസസ്മെൻറ്റ്, ഡിപ്രൈവേഷൻ ഓഫ് ലിബർട്ടി, ബെസ്റ്റ് ഇൻട്രസ്റ്റ് മീറ്റിംഗ്, ഇങ്ങനത്തെ എല്ലാ ലീഗൽ ആസ്പെക്ട്സ്, സേഫ് ഗാർഡിംഗ് ഇഷ്യൂസ്, വൾണറബിലിറ്റി വിതിൻ കെയർ ഓഫ് എൽഡർലി, കംപ്ലയിൻസ് ആൻഡ് കൺസേൺസ്, an experience of patients within your setting. ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമുക്ക് അറിഞ്ഞിരിക്കണം ബിഫോർ യു ഗോ ഫോർ ഇൻ്റർവ്യൂ. പിന്നെ cognitive impairment and functional decline within elderly, which is quite important to know when you go for an interview. ജോബിലാണ് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ഒരേ ക്വസ്റ്റ്യൻസ് ആണെങ്കിലും ഏത് ജോലിക്കാണോ നിങ്ങൾ പോകുന്നത് അപ്പം നിങ്ങളുടെ ആൻസേഴ്സ് അതനുസരിച്ചായിരിക്കണം. ഇപ്പം നിങ്ങളിപ്പം ബീങ് എ ബാൻഡ് 6 ആൻഡ് വർക്ക് യു ആർ അപ്ലൈയിങ് ഫോർ എ ബാൻഡ് 6, ദേ ആർ ആസ്കിങ് യു അബൌട്ട് കോഗ്നിറ്റീവ് അല്ലെങ്കിൽ ഫ്രെയിൽറ്റി ചോദിക്കുമ്പം you can talk about what is frailty, what is your job role, and you always talk within your scope of practice. നിങ്ങളുടെ ആ ജോലിയുടെ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ബാൻഡിന് എന്താണോ ജോബ് റെസ്പോൺസിബിലിറ്റി ഡിസൈഡ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ജോബ് സ്പെസിഫിക്കേഷൻ ഡിസൈഡ് ചെയ്തിരിക്കുന്നത്, ഓൾവേസ് ടോക്ക് വിതിൻ ദാറ്റ്. But when you go as an advanced clinical practitioner, the things are a bit more deeper, a bit more different. You have to talk in 4 pillars. Every answer has to come out in clinical aspects, management, research and education aspect. But when you go for a nurse consultant job, definitely that's a bit more different way of answering the same question, because avade namukku koodalum ullathu service improvement, service development, research phase of it, project management, ingante കാര്യങ്ങളൊക്കെ ആയിരിക്കും കൂടുതൽ അവർ ഒരു nurse consultant. Of course you have to have a clinical competence. I mean, you are a clinician because you have got a lot of experience behind. പിന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ ഓരോ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഇപ്പോൾ ഫോൾസ് ആയിക്കോട്ടെ, കോംപ്ലക്സ് ഡിസ്ചാർജ് ആൻഡ് സോഷ്യൽ ഇഷ്യൂസ് ആയിക്കോട്ടെ, ന്യൂട്രീഷൻ ആയിക്കോട്ടെ, മൾട്ടി മോബിലിറ്റീസ് ആയിക്കോട്ടെ, മെൻ്റൽ കപ്പാസിറ്റി അസസ്മെൻറ്റ്, സേഫ് ഗാർഡിംഗ് കൺസേൺസ്, റിസർച്ച് സബ്ജക്ട്സ്, ഇതൊക്കെ സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ഏത് ജോലിക്കാണോ പോകുന്നത് ആ ജോലിയുടെ ജോബ് സ്പെസിഫിക്കേഷൻ അല്ലെങ്കിൽ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് അനുസരിച്ച് വേണം നമ്മുടെ ആൻസേഴ്സ് അവരോട് പറയാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പം നിങ്ങൾക്ക് അതൊരു ഡീപ്പായിട്ട് നിങ്ങളോട് പറയാൻ എനിക്ക് സമയമില്ല. ആർക്കെങ്കിലും ആ ജോലിക്ക് പോകുന്നതിന് മുമ്പ് എനി ഹെൽപ്പ് എൻ്റെ സൈഡിൽ നിന്ന് വേണമെങ്കിൽ ഇൻ്റർവ്യൂവിൻ്റെ ഭാഗമായിട്ട് എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ ചെയ്തു തരാം കേട്ടോ. ഇപ്പം ബാൻഡ് 6 ജോബിന് പോകുന്ന ഒരു പ്രിപ്പറേഷൻ ആയിരിക്കില്ല നിങ്ങൾക്ക് അഡ്വാൻസ് ക്ലിനിക്കൽ പ്രാക്ടീസ് ജോബിന് പോകുമ്പോൾ ഈ സെക്ടറിൽ. അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷൻസ് ബിറ്റ് മോർ ഡിഫറെൻ്റ് ആയിരിക്കും, സെയിം ടോപ്പിക്സ് ആയിരിക്കും കേട്ടോ. പിന്നെ വേറൊരു ജെറിയാട്രിക് നഴ്സിങ്ങിൽ നിങ്ങൾ ഇനിയും അറിയാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞിട്ടില്ലാത്തൊരു സെക്ടറാണ് മെൻ്റൽ ഹെൽത്ത്. ലോഡ് ഓഫ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആർ അറൗണ്ട് ദെയർ. മെൻ്റൽ ഹെൽത്ത് നഴ്സിംഗ് വിതിൻ ജെറിയാട്രിക് കെയർ. ഇപ്പം പലരും മെൻ്റൽ ഹെൽത്ത് നഴ്സിംഗ് തിരഞ്ഞെടുക്കുമ്പോൾ വിചാരിക്കും ഡു വി ഹാവ് ടു റിയലി ഹാൻഡിൽ. യെസ്, there are a lot of opportunities because the patients who has got old age mental health liaisons
പ്രോഗ്രാംസ് അല്ലെങ്കിൽ പ്രോജക്ട്സ് അല്ലെങ്കിൽ സർവീസസ് ആർ അവൈലബിൾ ഇൻ ഡിഫറെൻറ്റ് ഹോസ്പിറ്റൽ സെറ്റിംഗ് ആൻഡ് കമ്മ്യൂണിറ്റി സെറ്റിംഗ്. സോ ചിലയിടത്ത് അതിനെ ലേറ്റർ ലൈഫ് മെൻ്റൽ ഹെൽത്ത് എന്ന് പറയും, ചിലയിടത്ത് ഓൾഡ് മെൻ്റൽ ഹെൽത്ത് ഇൻ ഓൾഡ് ഏജ് എന്ന് പറയും. എല്ലായിടത്തും ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈറ്റിലാണ് ഇത് അറിയപ്പെടുന്നത്, ഈ സർവീസ് അറിയപ്പെടുന്നത്. ഐ എം നോട്ട് വെരി ഷുവർ അബൌട്ട്, ബട്ട് വാട്ട് വി ഹാവ് ഈസ് മെൻ്റൽ ഹെൽത്ത് ലിയേസൺ സർവീസ് ഇൻ ഓൾഡർ പേഷ്യൻസ്. അതൊരു നല്ല ജോബ് ഓപ്പർച്യൂണിറ്റിയാണ്. ഇഫ് യു ആർ എ മെൻ്റൽ ഹെൽത്ത് നഴ്സ്, you can become part of this team being a mental health nurse, because they have got lots of dealings with their discharge plans, അതുപോലെ തന്നെ depressions, anxiety, being alone. You know, a lot of people, ഇപ്പം ക്രൈസിസിൻ്റെ സമയത്താണെങ്കിലും നമുക്ക് ഒരുപാട് മെൻ്റൽ ഹെൽത്ത് റെഫറൽസ് ഉണ്ടായിരുന്നു. കാരണം ഇവരെല്ലാം ഡിപ്രസ്ഡ്, suicidal attempts, you know, and when they are actually coming to the frailty, too frail, they'll have lot of mental health issues around. അപ്പം ഒരു മെൻ്റൽ ഹെൽത്ത് നേഴ്സാണ് ഇൻ ജെറിയാട്രിക് കെയർ, നിങ്ങൾക്കും ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ കരിയർ പ്രോഗ്രഷൻസ് ആ മേഖലയിലും ഉണ്ട് എന്നാണ് ഞാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിച്ചത്. പിന്നെ വേറൊന്നാണ്, ഞാൻ പറഞ്ഞില്ലേ, ഇൻ്റർവ്യൂവിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പം ജെറിയാട്രിക് നേഴ്സ് ആണെങ്കിൽ അഡ്വാൻസ് കെയർ പ്ലാനിങ്ങിനെ പറ്റിയും റീസസ് ഡിസിഷൻസിനെ പറ്റിയും സീലിംഗ് ഓഫ് കെയറിനെ പറ്റിയും നല്ലൊരു അവയർനെസ് ഉണ്ടായിരിക്കണം. കാരണം ചോദ്യങ്ങൾ അതിന് അറൗണ്ട് ഉണ്ടായിരിക്കും. പ്രത്യേകിച്ചും ഈ ക്രൈസിസ് സിറ്റുവേഷനിൽ നമ്മൾ സീലിംഗ് ഓഫ് കെയർ അല്ലെങ്കിൽ HTU ITU എസ്കലേഷൻ, നമ്മൾ ഫ്രെയിൽറ്റി ഇൻഡെക്സ് സ്കോറിനെ അല്ലെങ്കിൽ ഫ്രെയിൽറ്റി സ്ക്രീനിങ് CFS ഫ്രെയിൽറ്റി ക്ലിനിക്കൽ ഫ്രെയിൽറ്റി സ്കോറിനെ അടിസ്ഥാനത്തിലാണ് തീരുമാനിച്ചത്. ഈ പേഷ്യൻറ്റിനെ ICUയിലോട്ട് അല്ലെങ്കിൽ HDയിലോട്ട് മാറ്റണോ, റീസസിന് വിധേയമാക്കണോ എന്നൊക്കെ നമ്മൾ തീരുമാനിച്ചത് ഈ ഫ്രെയിൽറ്റിയുടെ ഭാഗമായിട്ടാണ്. ദാറ്റ് ഈസ് ആക്ച്വലി ക്വയറ്റ് ഇമ്പോർട്ടൻറ്റ്. അപ്പം നമ്മൾ പെട്ടെന്ന് ഡിസിഷൻസ്, ക്ലിനിക്കൽ ഡിസിഷൻസ് എടുത്തപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു ഭാഗമാണെന്ന് നമുക്ക് അപ്പോഴാണ് എനിക്കൊരു തിരിച്ചറിവുണ്ടായത്. അതിന് മിക്ക ഹോസ്പിറ്റലിലും അങ്ങനെ തന്നെ ആകാനാണ് സാധ്യത, പ്രത്യേകിച്ചും ഈ ക്രൈസിസ് സിറ്റുവേഷനിൽ. പിന്നെ നമ്മൾ when it comes to interviews, again, prevention of hospital admissions. When it comes to frailty jobs, prevention of hospital admissions and unnecessary delays in the hospital. നമുക്ക് കുറച്ച് ക്ലിനിക്കൽ സ്കിൽ സെറ്റിംഗ് കെയർ ഓഫ് ദി എൽഡർലിയിൽ പ്രത്യേകിച്ചും വേണം. ഇപ്പോൾ you become a band 6, maybe they will not be like, you know, going deeper down within the big clinical competencies. Of course, നമ്മുടെ basic nursing skills are important. പക്ഷേ when you go up onto the career ladder, advanced clinical practitioners or സ്പെഷ്യാലിറ്റി നഴ്സസ് അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് ചില ക്ലിനിക്കൽ കോമ്പറ്റൻസീസ് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ECG ഇൻ്റർപ്രിറ്റേഷൻസ്, ചെസ്റ്റ് എക്സ്റേ, CT സ്കാൻ ഇൻ്റർപ്രിറ്റേഷൻസ്, EBGs, LPs, അങ്ങനത്തെ ചില കോമ്പറ്റൻസീസ് ചിലവരുടെ റോളിൻ്റെ ഭാഗമാകാറുണ്ട്. നമ്മൾ ആ കോമ്പറ്റൻസീസ് ഡെവലപ്പ് ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനിയിപ്പോൾ നിങ്ങളുടെ ഹോസ്പിറ്റലിൽ ബാൻഡ് 6 ആയിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യുന്നെങ്കിലും ഇങ്ങനത്തെ ചില കാര്യങ്ങളിൽ എക്സ്പേർട്സ് ആകുവാണെങ്കിൽ ദാറ്റ്സ് എ ബ്രൗണി പോയിന്റ് ഫോർ യു വെൻ യു ബിക്കം എൻ അഡ്വാൻസ് ക്ലിനിക്കൽ പ്രാക്ടീഷണർ ഓർ എ നഴ്സ് കൺസൾട്ടൻറ്റ്. പിന്നെ ഡെഫിനറ്റ് ഡോക്യുമെൻറ്റേഷൻ കെയർ പ്ലാനിങ് ഒക്കെ ഇതിൻ്റെ ഭാഗമാണ്, ഈ ഇൻ്റർവ്യൂസിൻ്റെ ഭാഗമാണ്. ഞാൻ ഒരുപാട് സംസാരിച്ചു, കാരണം ഐ ഹാവ് ലോട്ട് ടു ടോക്ക് അബൌട്ട് ദിസ് ഏരിയ ബിക്കോസ് ഐ എം വെരി പാഷനേറ്റ് അബൌട്ട് കെയർ ഓഫ് എൽഡർലി ആൻഡ് ജെറിയാട്രിക് നഴ്സിംഗ്. എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാനാണ് ഞാൻ ശ്രമിച്ചത്. നമ്മുടെ ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ ഈ നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ related to this topic പറയാവുന്നതാണ്. If anything further, if you need any help, please do contact me. I'm happy to help. So ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. Thank you so much for watching me. I know people are watching me within your busy schedule. Thank you so much for that, and thank you Joby and rest of the admin panels for giving me such a good opportunity to share my understanding and awareness about this sector.
അപ്പോൾ എല്ലാവർക്കും എല്ലാ ആശംസകളും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു സെക്ടറിൽ ഇൻ്റർവ്യൂ എന്ന് മാത്രമല്ല എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റീസ്, റിസർച്ച് ഓപ്പർച്യൂണിറ്റീസ് വിതിൻ ജെറിയാട്രിക് എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഐ വിൽ ബി ഷെയറിങ്. സോ കൻ ഐ ജസ്റ്റ് സീ ഇഫ് എനിവൺ ഹാസ് ആർക്കും ക്വസ്റ്റ്യൻ ഒന്നും കാണുന്നുണ്ട്. Binny Daniel, I work in a hair care home. Would like to continue my studies. Is there any course of course? Binny, please contact me. ഇപ്പം എനിക്കറിയാവുന്ന കോഴ്സുകളൊക്കെ ഞാൻ സൈൻ പോസ്റ്റ് ചെയ്തു തരാം. പിന്നെ ഫണ്ടിങ്ങിൻ്റെ കാര്യത്തിനെ പറ്റിയാണ് എനിക്ക് വലിയ അവയർനെസ് ഇല്ലാത്തത്. കാരണം ഓരോ സെറ്റിങ്ങിലും ഫണ്ടിങ് വുഡ് ബി ഡിഫറെൻറ്റ്. ഓക്കെ, പക്ഷെ സെൽഫ് ഫണ്ടഡ് ആയിട്ട് ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, അങ്ങനത്തെ സെൽഫ് ഫണ്ടഡ് ആയിട്ടുള്ള സ്റ്റഡീസ് ഉണ്ട്. BSc ഭാഗമായിട്ടും PG സെറ്റ്, PG ഡിപ്ലോമ, MSc ഒക്കെ ഭാഗമായിട്ട് സെൽഫ് ഫണ്ടഡ് സെറ്റിങ്ങിലും ഉണ്ട്, കെയർ ഹോം സെറ്റിങ്ങിലും ഉണ്ട് കേട്ടോ. അത് ഡെഫിനറ്റ്ലി യു ജസ്റ്റ് ഡ്രോപ്പ് മീ എ മെസ്സേജ്, ഐ വിൽ ഡെഫിനറ്റ്ലി അപ്ഡേറ്റ് യു ഓൺ ദാറ്റ്. പ്രതിഭ, ഹലോ. മിനി, ഹായ്. നോക്കി അതൊന്ന് ഓർമ്മിപ്പിച്ചത് നന്നായിട്ട്. ഈ റീഹാബിലിറ്റേഷൻ സെന്റേഴ്സ് നമ്മൾ ജെറിയാട്രിക് നഴ്സിംഗ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്കാണെങ്കിൽ ഏറ്റവും കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു മേഖലയാണ് റീഹാബിലിറ്റേഷൻ. റീഹാബിലിറ്റേഷൻ ഇസ് ജസ്റ്റ് നോട്ട് വൺ സ്പെഷ്യാലിറ്റി. Rehabilitation, spinal rehabilitation, general rehabilitation. When the patient has got functional decline, before they go to their home setting, before they discharge 24 hours care setting, they go to rehabilitation. അവിടെ ഒരുപാട് പേര് ജോലി ചെയ്യുന്നുണ്ട്. അവിടെ ഒരുപാട് ജോലി സാധ്യതകളും കരിയർ പ്രോഗ്രഷൻസ് ഉള്ള മേഖലയാണ്. പിന്നെ അതുപോലെ തന്നെ റെസ്പിറേറ്ററി റീഹാബിലിറ്റേഷൻ സെറ്റിംഗ്, പോസ്റ്റ് സർജറി സെറ്റിംഗ്സ്, ഡിമെൻഷ്യ കെയർ റീഹാബിലിറ്റേഷൻ സെറ്റിംഗ്. ഡിമെൻഷ്യ കെയർ എന്ന് പറയുമ്പോൾ നമുക്ക് അതിന് ക്യൂർ എന്നുള്ളതിനേക്കാൾ ഉപരി അവരെ എങ്ങനെ ഒരു ബേസിക് ഫങ്ഷൻ അല്ലെങ്കിൽ ന്യൂ ഫങ്ഷൻ, അവരുടെ ഫങ്ഷണൽ സ്റ്റേറ്റസ് സ്കോപ്പ് ചെയ്യാനുള്ള ഒരു റീഹാബിലിറ്റേഷൻ ഉള്ള രീതിയിലുണ്ട്. പിന്നെ ഇന്റർമീഡിയറ്റ് കെയർ സെറ്റിംഗ്സ് വിച്ച് ഇസ് എ വെരി ഗുഡ് സെക്ടർ ടു വർക്ക് വിത്ത്. ശരിയാണ്, വിനീത പറഞ്ഞ കറക്റ്റാണ്. Rehabilitation settings for job opportunities in this area. Shiny, hello. Thanks, small very informative. Yes, ഇപ്പോൾ നമ്മൾ somebody is working. Vinita, you have to be able to update you. Elisa, hello. If anything you want to know around nursing home sector, she's one of the good contact because she's a unit nursing home manager, an owner. So please contact her if you need to know anything around nursing home setting. Hazel, thank you so much for watching. So I think I would like to end my live here, and thank you everyone.